എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് ഞാൻ കളിക്കാൻ പോണത് മൈൻക്രാഫ്റ്റ് ആണ്. പുതിയ ലെറ്റ്സ് പ്ലേ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജഡ്ജി. അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സയാൻസ് ഗെയിം പ്ലേ. ഇന്ന് ഞാൻ എൻ്റെ ബ്രദറിൻ്റെ കൂടെയാണ് കളിക്കുന്നത്. ദാറ്റ്സ് എ ബ്ര. സിധു വന്ന് സിധു വന്ന് ഹലോ ബ്രോ. നമ്മൾ പുതിയ ലെറ്റ്സ് പ്ലേ തുടങ്ങിയിരിക്കുകയാണ്, അത് മൈൻക്രാഫ്റ്റിൽ. ഡ്രീമിന്റെ സ്കിൻ കണ്ടാലും പറയും. നീ ഇങ്ങോട്ട് കുറച്ച് നീങ്ങി സൗണ്ട് കേൾക്കില്ല. ഫസ്റ്റ് തന്നെ മരം വെട്ട് ബ്രോ. ഇങ്ങോട്ട് വാടാ. മരം എന്റെ അടുത്ത്. ഞാൻ ഈ മരം എടുത്തിട്ട് നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് കുറച്ച് ഫുഡ് കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട്. ഇതെവിടെ കോള്? അല്ല, ഫുഡില്ല, നമുക്ക് കുറച്ച് റിസോഴ്സസ് ആയിട്ടുണ്ട്. അത് വില്ലേജ് ആണ്, അങ്ങോട്ട് പോവാൻ പറ്റും. ഞാൻ കുറച്ച് കോൾ എടുക്കട്ടെ. ബെഡ് ആയിരിക്കും അത്. ഇല്ലടാ ഇവിടെ. എന്റെ സിധുവിനെ കണ്ടായിരുന്നു. പോയി അടിക്കാൻ നിക്കല്ലേ. എന്റെ ബെഡ് ഇവിടെയാണ്. എന്റെ ബെഡ് ഇവിടെ ഇരിക്കും. അവൻ ഇവിടത്തെ ബെഡാണ് എടുത്തോണ്ടോ? ശരി. എടാ അതിനെ 2 ഏണും പിന്നെ ഒരു എടാ ഒരു പിക്കാക്സ് 2 ഏണ് എനിക്കായോട്ടാ. നീ പോറങ്ങിക്കോ. അവന്റെ അടി വാങ്ങാൻ നിക്കല്ലേ ഏട്ടാ. അടി വാങ്ങാൻ നിക്കല്ലേ ചേട്ടാ. ഞാൻ പറഞ്ഞു മനസ്സിലാക്ക. എടാ എന്റെ ബ്രദറാണ്. അവനെ തൊട്ടാ ഞാൻ തിന്നൂല. ഇതിനൊക്കെ ഒരു ട്രിക്ക് ഉണ്ട്. നീല്ലേ പില്ലർ ചെയ്തിട്ടേ. ഇല്ലടാ ഇവിടെ. ഞാൻ ഇവനെ കൊന്നിട്ടേ കാര്യമുള്ളൂ. അയൺകോലത്തിന്റെ ഉണ്ടായിരുന്ന 2 പൂ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ അവരെ കൊന്നിട്ടുണ്ട്. സ്റ്റോൺ ടൂൾസ് ആയില്ലേ? എന്റെ 30 സ്റ്റോൺ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്റെ 29 ഉള്ളൂ. ഇത് ഇവിടെ ഉണ്ടല്ലേ. നിന്റെ ആണോ? ഇവിടെ ഒരു ബെഡ് ഉണ്ട്. നമുക്ക് ഫുഡ് എടുത്താലും ഇവിടത്തെ. അത് വില്ലേജർ ആണ് ബ്രാ. ഏയ് സൗണ്ട് ഉണ്ടാക്കല്ലേ. ഗൈസ്, അപ്പൊ നമുക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ട് അപ്ഡേറ്റ്. അപ്പൊ നമ്മൾ കുറച്ച് ബ്രെഡൊക്കെ ഉണ്ടാക്കി ഗൈസ്. എന്നിട്ട് ഇതെന്റെ ബെഡാണ് പറ. ഞാൻ ഇത് എടുക്കട്ടെ, ഇല്ലെങ്കിൽ നീ അതെടുത്തോണ്ടോ. നമുക്കൊരു ബേസ് ഒക്കെ സെറ്റ് ചെയ്യണ്ടേ. നമ്മളെ ഇനി അധികം ഫുഡൊന്നും ഇല്ല. ബാക്ക്ഗ്രൗണ്ട് പാട്ടൊന്നും നിർത്താൻ പറ്റിയോടെ. ZG is the best. അപ്പൊ ഗൈസ്, അപ്പൊ നമുക്ക് ഇവിടെ ഒരു വീട് സെറ്റ് ചെയ്യണം.
ഇതിനുള്ള റിസോഴ്സസ് ഒക്കെ നമുക്ക് വേണം. എന്റെ കയ്യിൽ മീനുണ്ടോ? മീനുണ്ടെങ്കിൽ നമുക്ക് പൂച്ചനെ ടൈം ചെയ്യാം. ബ്രെഡ് ഓണൊന്നും ടൈം ചെയ്യാൻ കഴിയില്ല മാൻ. എടാ തോണ്ടാമ്മല്ലേ എടാ മുകളിലൊരു നീ അങ്ങോട്ട് കേറിയാ ഇല്ല അല്ലേ? ഞാൻ അടിയിലല്ലേ? ഞാൻ ആ വില്ലേജിന്റെ മലയൊക്കെ കയറാണ്. നീ വരുന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര OP വില്ലേജ് ആണ്. ഇവിടെ നമുക്ക് വല്ലതും യൂസ്ഫുൾ ആയിട്ട് കൊറേ ബ്രെഡ്, ഒരു സ്റ്റാക്ക് 2 ബ്രെഡായി. പിന്നെ ഒരു 10 ആപ്പിളും കിട്ടി എനിക്ക്. നോക്കിയാടാ ആപ്പിള് എവിടാ നീ? നീയല്ലേ ഇങ്ങോട്ട് കേറി വന്നേ? എന്താടാ ഇപ്പൊ ഉണ്ടായേ? നീ കുറച്ച് 5 ആപ്പിൾ എടുത്തോന്നു. ഇവിടെ അയണുണ്ട്. അയണ് നമുക്ക് വേറെ ടൂൾസ് അപ്ഗ്രേഡ് ചെയ്യണ്ടേ? എന്റെ കയ്യിൽ ഇപ്പൊ അയൺ സോഡ് ഇല്ലേ? എടാ മാറാ, ഞാൻ നിനക്ക് പിടിച്ചരാം, പേടിക്കണ്ട. നിനക്ക് 4 എനിക്ക് 4 8 അയണുണ്ട് ഇവിടെ. ബാക്കി ഞാൻ നിനക്ക് ഇട്ടുതരാം. നീ വെയിറ്റ് കറോ മാൻ. അയ്യോ എന്റെ ക്രാഫ്റ്റിന്റെ ഇവിടെ പെട്ടുപോയല്ല ഗൈസ്. അപ്പൊ നമുക്ക് ഇനി കുറച്ച് ടൂൾസ് ഒക്കെ എടുക്കാണ്ട് നമുക്ക് വീടുണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളും എടുത്തിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അയ്യോ ബെഡ് എടുക്കാൻ മറന്നുപോയി. ഓക്കെ, നമ്മൾ അവിടെയുള്ള ഒരു ആ ഫോറസ്റ്റ് മൊത്തം നമ്മൾ കാലിയാക്കി. ഒരു സ്റ്റാക്ക് വുഡ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. സിധുവിൻ്റെ ഉണ്ട് ഒരു സ്റ്റാക്ക്. അപ്പൊ നമുക്കിനി വീട് പണിയാനുള്ള സ്ഥലത്തേക്ക് പോകാം. നല്ലൊരു പ്ലെയിൻ ചുടിക്കുന്നുണ്ട്, ഇങ്ങോട്ട് വാടാക്കണോട്ടാ. ഇവിടെയാണ് നമ്മൾ വീട് പണിയുന്നത്. അപ്പൊ നമുക്കങ്ങനെ വീട് പണിയാനുള്ള ഒരു സ്ഥലം കൂടിയായി. അത് നൈറ്റ് ഇപ്പൊ നമ്മളിതാ വീടുണ്ടാക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് വീടങ്ങ് ഉണ്ടാക്കിയേക്കാം. നിങ്ങളെ ഞാൻ വീടുണ്ടാക്കി കംപ്ലീറ്റ് ഗൈസ്. വീടുണ്ടാക്കുന്നതിന്റെ ഇടയിൽ ക്രീപ്പർ ഒന്ന് കൂട്ടി എല്ലാം നശിപ്പിച്ചു പോയി ഗൈസ്. അപ്പൊ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ ബൈ ഗൈസ്. പുതിയൊരു ZDയുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കളിക്കുന്നത് വേറെ ഒന്നുമല്ല, മൈൻക്രാഫ്റ്റിൻ്റെ ലെറ്റ്സ് പ്ലേയുടെ എപ്പിസോഡ് 2 ആയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വാ നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ സൗണ്ട് കുറച്ചേടാ. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഞങ്ങളൊരു വീടങ്ങ് പണിഞ്ഞ്, ഞങ്ങളൊരു പൊളി വീടങ്ങ് പണിഞ്ഞിട്ടുണ്ട്. അത്രക്ക് നല്ലതൊന്നുമല്ലെങ്കിൽ ഇവിടെ നമുക്കൊന്ന് സെറ്റാക്കണം. നമ്മൾ താഴത്തെ നിലയിൽ ഒരു സംഭവം പണിഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ രാത്രിയാവുന്നത്. പിന്നെ ഇത് സിധുവിൻ്റെ കുതിരയാണ്, പേര് കുട്ടൻ. പേരിട്ടിട്ടില്ല, ഇത് ഇവൻ്റെ തലമണ്ടയിലുള്ള പേരാണ്. പിന്നെ ഞങ്ങൾ മുകളിലത്തെ നില പണിഞ്ഞ്. ഇതെൻ്റെ റൂം. എനിക്കൊരു പൂച്ചയുണ്ട്. ഇത് പിന്നെ സിധുവിൻ്റെ റൂം. സിധുവിന് തന്നെ ഒന്നുമില്ല. ഈ സ്പോൺ പോയിന്റ് സെറ്റ് അതൊക്കെ ഇരുന്നോണം. പിന്നെ നമുക്ക് ഇന്നൊരു കൗ ഫാമും കൂടി ഉണ്ടാക്കണം. അത് ഇന്നത്തെ ഒരു പണിയാണ്. പിന്നെ ഞാൻ ഇവിടെ ഒരു വീറ്റ് ഫാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഫാമിങ് ചെയ്യാണ് നമ്മൾ. അപ്പോൾ ഗൈസ് നമുക്ക് ഇവിടെ ചെയ്യാനും മാത്രം ഒന്നും ഞാനിവിടെ നമ്മുടെ കയ്യിലൊന്നും ഇല്ല. ഇനി കുറച്ച് ചെസ്റ്റൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഒരു കുക്കിംഗ് ഏരിയയും ക്രാഫ്റ്റിംഗ് ഏരിയയുമാണ്. ഇവിടെ നമ്മൾ 2 സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. സ്റ്റോറേജ് റൂമാണ്.
ഇവിടെ നമുക്ക് കുറച്ച് സാധനങ്ങൾ വെക്കാനുണ്ട്. ഗൈസ് ജസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ വെക്കാം. ക്രൂരനാണ് അവൻ, ക്രൂരൻ. ഓക്കെ, ഒരു കുഞ്ഞ് സ്റ്റോറേജ് സിസ്റ്റം നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ വീടിൻ്റെ ഉള്ളിലത്തെ പണി കഴിഞ്ഞ് ഇനി നമുക്ക് കൗ ഫാം സെറ്റ് ചെയ്യണം. ഒരു കൗവിനെ നമ്മളിവിടെ പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. അവൻ പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ഒരു ചെറിയ ഫാം തട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് അടുത്ത കൗവിനെ പിടിക്കാൻ പോകാം. വി മെറ്റ് ടെക്നോ ബ്ലേഡ് അല്ല, ഇവിടെ പോട്ടെ. ഓക്കെ, ബായ്. നാട്ടുകാരനെ കിട്ടി. വരൂ 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 വരൂ. കാണോ? വരുന്നില്ലേ? വാ 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 വാ. അപ്പൊ ഗൈസ് നമ്മളിതാ അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാനൊരു സെസ്റ്റും വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ നാട്ടുകാരെ വിളിച്ചോണ്ട് വരണം. നാട്ടുകാരെ വാ. ഈ നാട്ടുകാരനെ കിട്ടിട്ടേക്ക്. ഈ നാട്ടുകാരൻ വാ. അയ്യോ, ഇവിടെ വെച്ചില്ല. അയ്യോ അയ്യോ, എന്തൊരു മണ്ടത്തരാണിത്. വാ നാട്ടുകാരാ വാ. ഇത് പരിശുദ്ധമാണ്. ഇതാ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാന്ന് എനിക്ക് തരാന്ന്. ഇങ്ങോട്ട് വാ. കേറി വാ മാൻ. ഇങ്ങോട്ട്. ഏയ്, അവനെന്താ ബുദ്ധിയുള്ള പശുവാ. ഡാടാ, ചീറ്റടിക്കുന്നാടാ. നിനക്ക് ചീറ്റില്ല. ചീറ്റ് നമ്മൾ കടിക്കാൻ പാടില്ല. നമ്മൾ ഒരുത്തനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറ്റിയിരുത്തിയിട്ടുണ്ട്. ഇനി ഇവനെ കെട്ടഴിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോവാ. കെട്ടഴിച്ച്. വാ മോനെ. അയ്യോ, വാ മോനെ. തരാ മോനെ, ഇങ്ങോട്ട് വാങ്ങു. ഇവനെന്താ വീഴാത്ത്? ഇങ്ങോട്ട് വാ. ഇവിടെ മറ്റവനെന്തിയെ? രണ്ടുപേരെയും കിട്ടിയിട്ടുണ്ട്. ഒരു ബ്രീഡ് ചെയ്യണം. ഈ ബ്രീഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലല്ലോ. ഗൈസ്, നമ്മൾ കോഫം സെറ്റാണ്. നമുക്കിനി ഇത് വളർത്തും. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിതാ വീണ്ടും വന്നിരിക്കുകയാണ് ആ റെയ്ഡിൻ്റെ എപ്പിസോഡായിട്ട്. എൻ്റെ പനിയല്ല, മാറി സൗണ്ടല്ല ശരിയായി. ഇനി റെയ്ഡ്. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് നേരെ അങ്ങ് പോവാല്ലേ. എവിടെടാ പോയി നിൽക്കണേ? നീ ഇങ്ങോട്ട് വാടാ. ഇവിടെ കുട്ടനൊക്കെ നോക്കിക്കോ. നേരെ വില്ലേജിലേക്ക്. സ്കോഡൊക്കെ എടുത്തല്ലോ അല്ലേ? ഞാനൊരു ഇതിന് ഒരു സ്റ്റോൺ സോഡും കൂടെ എടുത്തിട്ട് വരാം. വില്ലേജേഴ്സ് എത്താ കയ്യിന്. റെയ്ഡ് ചെയ്തിട്ട് വേറെ വല്ല അഡ്വാൻറ്റേജും ഉണ്ടോ നമുക്ക്? ഇല്ല, ഞാനെത്തിയിട്ടില്ല. ഞാനൊരു എൻ്റെ അയൺ സോഡ് എനിക്ക് വേണം. അതുകൊണ്ട് ഞാനൊരു സ്റ്റോൺ സോഡ് എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പൊട്ടാ ബെല്ലടിച്ച് അതിൻ്റെ അടുത്ത് റെയ്ഡ്. അയ്യോ, ഈ ഫുഡ് സൗണ്ട് ഉറക്കി. അവന്മാര് ബെല്ലടിച്ചാൽ വീട്ടിൽ കയറില്ല. ഇത് ബെല്ലടിച്ച് കൊടുത്ത് കയറുക ചെയ്യാ. വില്ലേജേഴ്സേ, അയ്യോ മനുഷ്യരെ പൊടിപ്പിക്കുന്നോടാ. മാറോ മരം ഏതൊഴിയാ വരണത്? ഞാനൊരു അയൺ സോഡും പിടിച്ചിട്ടുണ്ട്.
എടാ ഉമ്മാര് എവിടെ നിന്നാണെങ്കിലും അറ്റാക്ക് ചെയ്യാട്ടാ. ആ ഉമ്മാരെ കണ്ട് ഒരുത്തനാണ്ട് ഞാൻ. ഒരുത്തനെ കൊന്ന എമറാൾഡും കിട്ടി. ഈ വോക്കർ ഒന്ന് പോയടാ അവിടുന്ന്. അയ്യാ എടാ ഈ ഹാഫ് ഹെൽത്ത് ഒരുത്തനും കൂടിയുള്ളോ അടുത്ത റൈഡാ? ഒറ്റ റൈഡുള്ളൂ, ഒരുത്തനും കൂടി ഉണ്ടാ. ഞാൻ എന്റെ ഹെൽത്ത് ഒന്ന് ഫുള്ളാക്കട്ടെ. ഒരുത്തനുണ്ടാ അവിടെ നിക്കണ്ടവൻ. ഞാൻ റൈഡ് ഇത്രോട്ടൊന്ന് കഴിയൂ. റൈഡ് കൊറേ ഉണ്ടാ. പൊക്കോ അവനല്ലേ പറഞ്ഞു. അയ്യോ അവനെ കൊന്ന് അടുത്ത റൈഡ്. അയ്യോ ഏതെങ്കിലും വീട്ടിൽ കയറിയിരിക്കാന്ന് വെച്ചാ അവിടെ പില്ലേജേഴ്സിന് വാലോർക്കാറ്റില്ലല്ലോ. അല്ലേ പോടാ. പിന്നെ മോജാക്കം ഇങ്ങനെയാക്കിയാ പിന്നെ എല്ലാ റൈഡും പോവും. എടാ വില്ലേജേഴ്സിനെ നോക്കടാ, വില്ലേജേഴ്സ് അല്ല ജീവനോട് ഇരിപ്പുണ്ടാ. ബൈ ദ വേ എൻ്റെ കയ്യിൽ ഷീൽഡ് ഉണ്ടായിരുന്നു, അത് മറന്നുപോയി. ഇത് എൻ്റെ കയ്യിൽ വേറെ സോഡുണ്ടല്ലോ. എന്നിട്ട് എവിടെ അവന്മാരെ കാണാനില്ലല്ലോ. എൻ്റെ ഹങ്കർ പെട്ടെന്ന് കുറയണ്ടാ. ഇതെന്ത് ബ്രെഡിൻ്റെ വല്ല കുഴപ്പമാണത്? അതാ രാത്രി നമ്മൾ കിടന്നുറങ്ങണം. രാത്രിയാണല്ലോ. ഉറങ്ങാൻ നോക്കടാ. ഒരുത്തനെ പുറത്തോടില്ല ഞാൻ. എവിടെ അല്ല വില്ലേജർ അവിടെ. ഇത് വില്ലേജറിൻ്റെ അനന്തരവനാ. അല്ല അമ്മാവൻ. കാളയല്ല, നീ ഉദ്ദേശിച്ച റാവേജറിനല്ലേ? ദേടാ വില്ലേജിന്റെ ഉള്ളില്. അയ്യോ വിൻഡിക്കേറ്ററാ. അയ്യോ ആ ഇവിടെ തന്നെ റീസ്പോൺ സെറ്റ് നന്നായി. കൊറേ എടാ വിൻഡിക്കേറ്ററിന് 2 അടി മതി നമ്മള് ചാവാൻ. വിൻഡിക്കേറ്റർ നമുക്ക് അപമാനിച്ചു അല്ലടോ. ഒരു കോഴിയുടെ മുട്ടിട്ടിരുന്നെങ്കിൽ. ഒരു മുട്ട തരുമോ? മുട്ട വിൻഡിക്കേറ്റർ ആ വെള്ളത്തിൽ കുടുങ്ങി കിടക്കുന്നു. ഞാൻ അവനെ പോയി കൊല്ലട്ടെ. ഞാനിപ്പോഴാണ് ഷീൽഡ് ഒന്നും ഉപയോഗിക്കണത്. വിൻഡിക്കേറ്ററിനെ കൊന്നേ 3 ഒരാളുടെ കിട്ടി. ഇല്ലല്ല അതൊക്കെ വുഡ്ലാൻഡ് മാൻഷൻ്റെ അല്ലേ ഇവിടെ ഉള്ളേ. ചത്ത് ചേട്ടാ. ഡ്രൗണ്ടാ? നിന്നെ കൊന്ന വിൻഡിക്കേറ്ററിനെ ഞാനാ കൊന്നേ. അവൻ വെള്ളത്തിലുണ്ടായിരുന്നു. അവനവിടെ ഇവിടെ ഉണ്ടല്ല. യു ആർ ഡൺ. അവനെയും കൊന്നു. ഈ റൈഡിന് ഒരു അവസാനല്ലേ? ഇവിടെ മൈൻക്രാഫ്റ്റ് ഒന്നും അറിയാത്തവന്മാരാണ് റൈഡിന് എത്ര റൗണ്ട് ഉണ്ടാ? ഇപ്പൊ കാണണമല്ലോ ഇവിടെ. എവിടാ?
ഒമാരിത് എവിടെ പോയി? റെയ്ഡാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കണത്. എൻ്റെ വില്ലേജേഴ്സിനെയും കാണാനില്ല, ആരെയും കാണാനില്ല. ഇവിടെ അല്ല മറ്റേ ക്ലറിക്ക നിൽക്കാ. ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. റെയ്ഡ് കഴിഞ്ഞാടാ, എന്നിട്ട് എഫക്റ്റ് ഒന്നും കിട്ടിയില്ലല്ലോ. ഹീറോ ഓഫ് ദ വില്ലേജർ എന്ത് പറഞ്ഞാലും യൂട്യൂബിലാണല്ലോ. നോക്കട്ട് ഗൈസ്, കുറേ നേരമായി ഇവിടെ ഒരുത്തനെയും കാണാനില്ല. ഞങ്ങൾ ഇങ്ങോട്ട് വേണം, ഔട്ട് പോസ്റ്റിക്ക് വേണം. ഔട്ട് പോസ്റ്റിക്ക് നമ്മൾ വില്ലേജേഴ്സിനൊക്കെ സേഫ് ആക്കി വെച്ചിട്ടുണ്ട്. വില്ലേജേഴ്സ് താമസിക്കണ സ്ഥലമാണ് ഔട്ട് പോസ്റ്റ്. എനിക്കറിയാതെ എവിടെയെന്ന്. ഇവിടെ അടുത്തൊരു ചെറിയ ബ്ലോസം ഉണ്ട്. ചെറിയ ബ്ലോസത്തിൽ കുറച്ച് പോയി കഴിഞ്ഞാൽ ഇതവിടെ ഇവിടെ പുറകിലിടാ. വേടാ യെസ് ഗൈസ്, അപ്പോൾ നമ്മളിവിടെ റൂയിൻഡ് പോർട്ടൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ആ റൂയിൻഡ് പോർട്ടൽ പോയിട്ട് ലൂട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് നേരെ എടാ റെയ്ഡ് പോയല്ലോ. സത്യമാണല്ലോ. അയ്യ, നമുക്ക് കുറച്ച് നെതറാക്ക് എടുത്താലോ? വേണമെങ്കിൽ മതി. ലെറ്റ്സ് ഗോ. 2 ഒബ്സീഡിയൻ, 8 ഗോൾഡ്, 1 ബൂട്ട്. നിനക്ക് ഞാൻ ഒരു ഹെൽമെറ്റ് തരാം. എന്താ ഹെൽമെറ്റിന് കുഴപ്പം? നീ എവിടെ? ഇതാ പിടിച്ച ഹെൽമെറ്റ്. ഞാൻ ഡ്രോപ്പ് ചെയ്യാണ്ട്. ഇതാ നമ്മളിതാ പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ചെറിയ ബ്ലോസം. ഒന്ന് ഉറങ്ങി എണീറ്റത്തേ ഉള്ളൂ. ഇനി നമുക്ക് പോകാണ്ട്. യെസ്, ചെറി ബ്ലോസം. ഇല്ലടാ അവിടെ ഗൈസ്. അപ്പം നമ്മൾ ഔട്ട് പോസ്റ്റ് കണ്ട് അതെ ഇവിടെ സ്പോൺ പോയിന്റ്. ഇവിടെ സ്പോൺ പോയിന്റ് സെറ്റ് ചെയ്തിട്ട് ഓടിക്കോ. കൊല്ലടാ. അയ്യോ, എടേ ഇവിടെ ഒരു വില്ലേജ് ഉണ്ട്. ഇതെനിക്ക് ഓൾറെഡി അറിയായിരുന്നു. എടാ 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 അവിടെ ഉമ്മാർക്കൊക്കെ പ്രാന്തായി നട്ടോ തോന്നണേ. എന്നെ കണ്ണാണ്. ഇവരെന്ത് ചാവാത്ത്? ഞാനിവിടെ തോന ഫൈറ്റിലാണ്. അയൺകോലത്തിന് ഇവിടെ. എടാ എനിക്കല്ലോ നാടാ ഇറക്കാ. എത്ര ബ്ലാക്ക് സ്മിത്ത് ഉണ്ട്? അയ്യോ വീണ്ടും മറ്റവൻ. ഓ മിനിസ് ബാനർ ഉള്ളവൻ. ബാനറുള്ളവൻ അവനെ കൊന്ന്. എടോ മീനിയസ് ബാനറുള്ളവൻ റെയ്ഡ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ആള്.
എനിക്ക് എഫക്റ്റ് കിട്ടിയില്ല അപ്പോഴേക്ക് ഞാൻ ചത്ത്. ആ ബാനർ ഞാൻ എടുത്തിട്ടുണ്ട്. വീടിന്റെ മുന്നിൽ തൂക്കിയിട ഒരു സാധനമായില്ല. യോ എവിടെ നിന്നൊക്കെയാടാ അടി വരുന്നേ? എടാ നിന്റെ ബെഡിന്റെ അവിടെ ഒരു പന്നി. കൊലത്തിന് റിലീസ് ചെയ്തെന്ന് തോന്നുന്നു. എവിടാ എങ്ങോട്ട് പോയിന്ന്? വില്ലേജേഴ്സിനെ കാണാൻ പോയിണ്ടാവും. ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആർമർ ട്രിം കിട്ടോ നോക്കടാ. ഞാനിവിടെ കയറാ. ബ്ലോക്ക് ആക്കാനും പറയണില്ലേ? ഞാൻ കേറി. ലൂട്ട് അയ്യോ ലൂട്ട് ചെയ്യാൻ പറ്റട്ടാടാ. ആ വീണ്ടും കിട്ടിയിടാ മറ്റേ സാധനം. മാറിക്കടാ. എനിക്ക് ഈ ഡാർക്ക് ലോക്കും കുറച്ച് പൊട്ടാറ്റോ മാത്രം മതി. എടാ ഞാൻ ഒന്ന് ചത്തിട്ട് വരാട്ടെ. എനിക്ക് എഫക്റ്റ് കളയണം. ഓക്കെ ബായ്. എൻ്റെ പൊന്നെ ഗൈസ്. അപ്പം നമ്മളിവിടെ എല്ലാത്തിനെയും കൊന്ന് ഗൈസ്. അപ്പം നമ്മളിതാ പൊക്കോണ്ടിരിക്കുകയാണ് വില്ലേജിലേക്ക്. എന്തായാലും ഇനി എഫക്റ്റ് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടൊക്കെ ഭയങ്കരല്ലേ കേവാണുള്ളത്. കണ്ട ഞാൻ നടന്നോക്കൊണ്ടിരിക്കുക. നടന്നോളാം ഇങ്ങോട്ട്. ഇവിടെ നിന്ന് ആരെങ്കിലും എന്നെ കൊല്ലാണ്ടായിരുന്നെങ്കിൽ. യോ 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 ഞാൻ ഇവിടെ പെട്ടെന്നാ തോന്നണേ. ഗൈസ് ഇപ്പോഴാണ് ഗൈസ് റൈഡ് ജയിച്ചത്. ഹീറോ ഓഫ് ദ വില്ലേജ്. ആ പടക്കം കൂട്ടിയല്ല അതങ്ങനെ. എന്റെ പോലെ വില്ലേജേഴ്സിന് നമ്മൾ ഇഷ്ടായിടാ. ആ അപ്പൊ ഇവിടെ കൊറേ ആൾക്കാരുണ്ട് കേട്ടോ. നമ്മള് കൊറേ ആൾക്കാരന്മാരുടെ മുകളിലേക്ക് സർവൈവ് ചെയ്ത്. അവിടെ ഏതൊരു വീട്ടിൽ ഞാൻ ബോംബിട്ടായിരുന്നു. അല്ല ഐ മീൻ ഡേറ്റ് ഇട്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ വില്ലേജ് ബ്ലോപ്പ് ചെയ്യാൻ വന്നേക്കണാടാ നിങ്ങൾ രണ്ടെണ്ണം. എടാ കയറിട്ടില്ലടാ. ഇല്ല റെയ്ഡ് കഴിഞ്ഞു. ഇതേ വില്ലേജിലെ ഹോസ്റ്റൈൽ മോബ്സ് ഒക്കെ വന്നു തുടങ്ങി. സോ ഐ ആം ദ ഹീറോ ഓഫ് ദ വില്ലേജ്. ഫ്രീ ആയിട്ടല്ലേ കിട്ടുവാടാ നമുക്ക്. ഞാനേ ഞാൻ മിക്കവാറും ചത്തിട്ടായിരിക്കും വീട്ടിൽ എത്താം. ഓടിക്കോ. ഏതൊരു ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. അയ്യോ എന്റെ ഫുഡ് കഴിഞ്ഞി. ഡൽഹി ആകെ പറഞ്ഞോളൂ. ഇതിന്റെ ഇടയിൽ വരെ ഉറങ്ങാനുള്ള സമയം അവിടെ നിന്ന് കിട്ടിയടേ. ഇവിടെ ആണെങ്കിൽ ബെഡും ഇല്ല. ഇവിടെ എങ്ങാനും ഒരു ബെഡും ഇല്ലേ? നീ വീട്ടിൽ ഉറങ്ങണ്? ശരി. ഇനി വീട് എവിടാ? ആ കണ്ടുപിടിച്ചാച്ച്. നീ എന്താ ഉറങ്ങ എന്താ അങ്ങനെ? ഞാളെ വില്ലേജിൽ പോയിട്ട് എടാ വീടിൻ്റെ അടുത്തൊരു ക്രീപ്പർ. ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഓക്കെ ഈ സോംബി എന്താ ചാവാത്ത്? ചത്തു. ഓടിക്കോ. ഞാൻ എത്തി.
എത്തി ഉറങ്ങിക്കോ. There are monsters. ഞാൻ അവൻ്റെ അടുത്ത് പോയി ഇവിടെ മോൺസ്റ്റേഴ്സ്. നിന്റെ അടുത്ത് ചെസ്റ്റ് അല്ലേ? ഞാൻ ഇങ്ങനെ നടക്കേണ്ടി വരും. ഇപ്പോഴും മോൺസ്റ്റേഴ്സ് റാ. അപ്പൊ നമ്മൾ ഈ നൈറ്റ് നമ്മളെങ്ങനെ സ്കിപ്പ് ചെയ്യും? ഇവിടെ വെച്ചാലോ? ഓടാ. ക്രീപ്പർ 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 പൊട്ടിച്ച്. എടാ വീട് പൊടിച്ചടാ. എന്റെ പൂച്ച. ഏത് സ്ഥലം ഇത്? ഇവിടെ എനിക്ക് ഇവിടെ ഞാൻ വളർന്ന മുന്നിൽ ക്രീപ്പർ. അപ്പൊ ഗൈസ് അപ്പൊ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പം എല്ലാവർക്കും ബൈ. നമുക്ക് നാളെ കാണാം. വീഡിയോയിലേക്ക് വന്നിരിക്കുകയാണ് എല്ലാവരും. ഒരു ഗൈസ് നമ്മളങ്ങനെ പുതിയൊരു വീഡിയോ. ഇന്ന് ഞാൻ നേരത്തെയാണ്, ആരും കുഴപ്പമില്ല. ഇന്ന് നമ്മൾ മൈനിങ്ങിന് പോവാണ്. ഇത് നമ്മൾ ഫുൾ അയൺ ആർമർ അല്ലെങ്കിൽ ഡയമണ്ട് ആർമർ ആയിരിക്കും അല്ലേ? ഇവന് ഓൾറെഡി പാൻറ്റും ബൂട്ടൊക്കെ ആയി. എനിക്കാണ് ഇപ്പോൾ ഒന്നുമില്ലാത്തത്. പിന്നെ നമ്മൾ നമ്മുടെ വീടൊന്ന് ചെറുതായിട്ട് റീബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ക്രീപ്പറൊന്നും ഇവിടെ മൊത്തം പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു ഓട്ട, ഒരു സ്ഥലത്തൊരു ഓട്ട വരാൻ പാടില്ല. അതൊക്കെ നമ്മൾ വില്ലേജിൽ നിന്ന് തട്ടിപ്പറിച്ചങ്ങ് എടുത്തു. വില്ലേജിൽ നിന്ന് പറഞ്ഞാൽ നമുക്ക് കട്ടെടുക്കാനുള്ളൊരു സ്ഥലമായിട്ടാണല്ലോ നമ്മൾ കണക്കാക്കുന്നത്. അപ്പം ലെറ്റ്സ് ഗോ ഫോർ എ മൈനിങ്. ഗൈസ് അപ്പം നമ്മൾ നേരെ പൊക്കോണ്ടിരിക്കുകയാണ്. എടാ ഇവിടെ ഒരു മലയില്ലേ, നമ്മൾ ഈ ചെറിയ ബ്ലോസത്തിൻ്റെ അവിടേക്ക് പോകണം. അവിടെയാണ് ഈ പറയണ കേവ് ഉള്ളത്. ഇതൊരു വലിയ കേവ്. അവിടെ ഏൻഷ്യന്റ് സിറ്റി ഒക്കെ ഉണ്ട്. ഏൻഷ്യന്റ് സിറ്റി ഒക്കെ ഉണ്ട്. ഇവിടെ വാർഡൻ അറിയില്ലേ? അതെന്റെ ഡ്രാഗൻ. പക്ഷെ വാർഡനെ കൊല്ലാനൊന്നും പറ്റത്തില്ല. വാർഡന്റെ ഒറ്റടിക്ക് നമ്മൾ ചാവും. എടാ എന്തെങ്കിലുമൊക്കെ എടുത്തോണ്ട് കയറുക. വല്ല MLG വല്ല വാട്ടർ ബക്കറ്റോ. ഇതിപ്പോ ഞാൻ എങ്ങനെ അങ്ങോട്ട് കയറും? പറഞ്ഞത് ശരിയല്ല. ഞാൻ നിന്നെ നീ എൻ്റെ താഴെയല്ലേ? ബെസ്റ്റ്. ഓക്കെ ഞാൻ ചെറിയ ബ്ലോസത്തിലെത്തി. പെട്ടെന്ന് വേടാ. ഓക്കെ ലെറ്റ്സ് ഗോ. അതൊക്കറിയാം. വുഡ്ലാൻഡ് മേടിച്ചിന് പോയി വന്നാലേ ഉമ്മാരുടെ ഇതാവുള്ളൂ. കേവ് കിട്ടിയല്ലോ. അല്ല ഇത് കേവല്ല. അവിടെ അയൺറാ. നിനക്ക് കുറെ അയൺ കിട്ടിയതായിരിക്കും. 3 കിട്ടിയിട്ടുള്ളൂ. ഓടാ. ഓ കേവ് കിട്ടിയ ഇതാണ് ഞാൻ പറഞ്ഞ ഏൻഷ്യന്റ് സിറ്റി ഒക്കെ ഉള്ള കേവ്. അയ്യോ ഇങ്ങോട്ടും ഉണ്ട് അങ്ങോട്ടും ഉണ്ട്. നമുക്ക് ഈ വഴി പോയി. ഇതാണ് കുറച്ചും കൂടി വലിപ്പം തോന്നുന്നത്. എന്തൊക്കെയാണോ നീ പറയുന്നത്? ഞാൻ എന്താ ഇവിടെ?
നാണീൻ്റെ തോമത്തെ അതിന് നീ ഞാനിപ്പോ എങ്ങനെ അങ്ങോട്ട് വരിക? ആഹാ എടാ അത് നിനക്ക് കിട്ടി. ഇങ്ങോട്ട് ഇട്. എന്നാ രണ്ടെണ്ണം ഇങ്ങോട്ട് ഇട്. അയ്യോ 10 തോന്നുന്നു. എടാ നിനക്ക് 2 ആർമർ ഇല്ലേടാ? സാരില്ലടാ, ഇതൊക്കെ എന്ത്? അയ്യോ അയ്യോ എന്ത് പൊടിയാടാ കടിച്ച്? ഞാൻ ചത്തില്ല, ഞാൻ ഇവിടെ ഏണുമാരിക്കൊണ്ടിരിക്കേ. ആ എൻ്റെ അടുത്ത് എന്തോ പൊട്ടിത്തെറിച്ച്. ഞാൻ വെള്ളത്തിക്കാ ചാടിയേ. ഞാൻ കുറച്ചെടുത്തിട്ടുള്ളൂ ഗൈസ്. അത് ഏൻഷ്യന്റ് സിറ്റി ആണെന്നാണ് തോന്നുന്നത്. കണ്ടിട്ട് സ്കൾക്ക് സെൻസർ പോലെ ഉണ്ട്. അല്ല ആ അതുപോലെ ഉണ്ട്. ഇവിടെ തിര വിളിച്ചോ? അപ്പൊ ഇതിന്റെ അടിയിലെ ഏൻഷ്യന്റ് സിറ്റി ആണ്. അയ്യോ നമ്മള് നേരെ വന്നേക്കണ ഏൻഷ്യന്റ് സിറ്റിയിലാണ് മിക്കവാറും നമ്മള്. ഒരു ഡയമണ്ട് അല്ലായിരുന്നു. ലാപ്പിസില സോളി. എന്തായാലും അയേണ് ഫുൾ ആർമറായിട്ട് ഞാൻ അവിടെ നിന്ന് പോണല്ലോ. അയ്യോ താഴെ വീട്. അയ്യോ ഞാൻ ഏൻഷ്യന്റ് സിറ്റിയിലേക്ക് വീണ്. എടാ ഇവിടെ ഒന്നും ഇല്ലടാ ഒന്നും. വാർഡവൊന്നും ഇല്ലോടാ ഇനി. കൊറേ നടക്കും. ഇത് സെൻസർ അല്ല ആണല്ലേ? എനിക്ക് പേടിയില്ല വാർഡന്. അവിടെ ഡീപ് സ്ലേറ്റഡ് കോള് റയർ ബ്ലോക്ക്. അത് കോളൊന്നല്ലായിരുന്നു, വെറുതെ ആയിരുന്നു. എങ്ങനെ ചത്തു? ഞാൻ ഇവിടെ ലാവേലും തിരിക്കാണ്. പേടിക്കണ്ട, ഞാൻ ചത്താല് ഞാൻ തിരിച്ചു വരും. ഇതങ്ങനെ അവിടേക്ക് സിഗ്നൽ ഇട്ടണ്. ഞാൻ ഇവിടെ നിക്കല്ലേ സ്നീക്ക് ചെയ്തിട്ട്. ഞാൻ സ്നീക്ക് ചെയ്യുമ്പോ ഇവർക്ക് സിഗ്നലൊക്കെ കിട്ടണ്. അയ്യോ സോംബി 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 സോംബി. ഞാൻ എന്താ വെള്ളത്തിൽ നീ വരണ്ടോ? അയ്യോ എടാ എന്റെ ടോർച്ച് പോയി. എവിടെ പോയോ എന്തോ? കുടിക്കോളമായല്ലോടാ. അത് ശരി. എനിക്ക്
4 അയണും കൂടി വേണം. അപ്പൊ ഞാൻ ചെറുതായിട്ടൊന്ന് ചത്ത്. നമ്മളെന്തായാലും ഇന്ന് നമ്മളിത്ര നമുക്ക് റേറ്റ് ആർമറോ ഡയമണ്ട് ആർമറൊക്കെ ആയിട്ടാണ് നമുക്ക് വാർഡനൊക്കെ ഇതാക്കാൻ പറ്റത്തുള്ളൂ. ഞാനിവിടെ സ്റ്റോൺ സ്മെൽറ്റായി എന്ന് തോന്നുന്നു. സ്മെൽറ്റായി ചേടാ ഗൈസ്. അപ്പം നമ്മളിവിടെ അയണ് സ്മെൽറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഫുൾ ആർമർ പെട്ടെന്ന് തന്നെ ആയേ പറ്റൂ. ഇത് ഹെൽമെറ്റായി. ഇനി നമുക്ക് കുറച്ചും കൂടി മതി. പെട്ടെന്ന് തന്നെ ഒരു എൻട്രി ടെസ്റ്റ് കണ്ടുപിടിക്കണം കേസ്. ഇവനെ എനിക്ക് വിശ്വാസമല്ല. ഇവൻ ചിലപ്പോൾ കട്ടറൊക്കെ എടുക്കും. ഞാൻ സ്റ്റോൺ കട്ടർ ഉണ്ടാക്കി. ഓ ബാരലായിരുന്നു. അതൊക്കെ ഞാൻ എടുത്ത് എൻ്റെ റൂമിൽ കൊണ്ട് വെച്ച് കയ്യിന്. എന്ത് വിചാരിച്ച്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ബ്ര. ഇനി കുറച്ചും കൂടി മതി കേസ്. 2 എണ്ണം കൂടി മതി നമുക്ക് ഫുൾ ആർമർ ആവാൻ വേണ്ടിയിട്ട്. അപ്പൊ ഗൈസ് ഞാനിവിടെ ഫുൾ ആർമർ ആയിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്താ വരുന്നു? അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ബൈ. എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പരിപാടി വേറൊന്നുമില്ല. നമ്മൾ കുറേ കാലമായി മൈൻക്രാഫ്റ്റ് കളിച്ചിട്ട് ഇന്ന് നമുക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് മൈൻക്രാഫ്റ്റ് കളിക്കാൻ തന്നെ വിചാരിച്ച്. അപ്പം ഇന്ന് നിങ്ങൾ ടൈറ്റിൽ കണ്ടുപോലെ നമ്മളിന്ന് ഓട്ടോ കോൺക്രീറ്റ് ഫാം ഉണ്ടാക്കാൻ പോവുകയാണ്. പിന്നെ നമ്മുടെ ബേസിൻ്റെ പ്രോഗ്രസ് കുറച്ചായിട്ടുള്ളൂ. അത് നമുക്കൊന്നാക്കണം. ഇടേ എന്തോ പറയുന്നു? അയ്യാ എന്നെ കൊല്ലുന്നേ. ഞങ്ങൾ 2 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. അതൊരു ചെറിയ പണിയാണ്. അയ്യോ പാട്ടിയല്ല കൊന്ന്. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി പറഞ്ഞ പോലെ തന്നെ ഒരു ഓട്ടോ കോൺക്രീറ്റ്, അതിനുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഒപ്പിച്ചെത്തിയിട്ടുണ്ട്. ഇത് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയടാ. നമ്മുടെ ഗൈസിനോട് എന്തൊക്കെയൊക്കെ പറ. ഇത് മാത്രമാണ് പറയാനുള്ളൂ. നമ്മുടെ കൗ ഫാമും ബ്രേക്കായിപ്പോയി. ഞാൻ എന്താ ഇവിടെ ഞാൻ നോക്കുമ്പോൾ ഒരു കൗവേ ഉള്ളൂ. ഒരു കൗവെങ്കിൽ ഒരു കൗവെന്ന് വിചാരിച്ചിട്ട് ഞാൻ അടുത്ത കൗവിനെ കൊണ്ടുവരാൻ പോയി. പക്ഷെ കൗവിനൊന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ വന്ന് നോക്കുമ്പോൾ ഇത് ചുമരിൻ്റെ ഇടയിൽ കൂടെ തല ഇട്ടിക്കണം. വെറുതെ ഒരു കൈ കൊണ്ടൊരു അടി കൊടുത്തപ്പോഴേക്ക് ചത്തുപോയി. അയ്യോ, ഇത്ര ഹെൽത്ത് ഇല്ലാണ്ട് നിൽക്കുകയെന്ന് ഞാൻ പോലും അറിഞ്ഞില്ല. അപ്പം നമുക്ക് ബാക്കി ആ കോൺക്രീറ്റിൻ്റെ പണി അങ്ങ് തുടങ്ങാം. സിദ്ധു അവിടെ ഫെൻസ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഫെൻസ് വെക്കാൻ പൊക്കോണ്ടിരിക്കുകയാണ്. അവിടെ ഞങ്ങളൊരു ലാഡറൊക്കെ വെച്ച് ഗൈസ് നമ്മുടെ വീട് ഒരുപാട് വട്ടം പൊട്ടിപ്പോയി. ഞങ്ങൾ കളിക്കണ ഇടയിൽ കുറച്ച് ഓഫ് ക്യാമറ മൈനിങ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഞങ്ങളൊന്ന് കളിച്ചായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ ഫുള്ള് ക്രീപ്പർ, കുറേ ക്രീപ്പർ പൊട്ടിക്കണ്ടേ. ഇവിടൊക്കെ നിങ്ങൾ കണ്ടറിയാം, ഇവിടെയൊക്കെ പണ്ടിങ്ങാണ്ടായിരുന്നില്ല. ഇതൊക്കെ പൊട്ടിപ്പോയി, ഇതെല്ലാം പൊട്ടിപ്പോയി. സിദ്ധുവിൻ്റെ കുട്ടീൻ്റെ ഫുള്ള് ജീവനോടുണ്ട്. ഇത്രയും വലിയ ക്രീപ്പറൊക്കെ പൊട്ടിയിട്ടും 4-5 ക്രീപ്പറൊക്കെ വന്നിട്ടാണ് പൊട്ടിയത്. അപ്പം ഇത് വളരെ ചെറിയ എത്ര ഇടന്നു കഴിഞ്ഞാ ഗൈസ്. അതാണ് നമ്മുടെ ആ ഒരു ലുക്ക്. ഞാൻ വീഡിയോയുടെ അവസാനം കാണിച്ചുതരാം. ഇങ്ങനെയൊക്കെ തന്നെയാണ്. റൂഫ് എന്ന് ഉദ്ദേശിച്ചത് നീ എന്താണ് മാൻ? മറ്റേ ഓടാണോ?
അത് വെച്ചോ. എങ്ങനെങ്കിലും കൂടെ കട നല്ല ഭംഗി ഉണ്ടായാൽ മതി വീടിന്. നീ എങ്ങനെയെങ്കിലും CKMCയോ സുധിയോ ആരെങ്കിലൊക്കെ മതി. ഇവനൊരു CKMC ഫാനാണ്, ഞാനും. ഇതിൻ്റെ ഉള്ളിൽ വല്ലതും ഉണ്ടോടാ? ഡാർക്കോ അയ്യോ, നമുക്ക് മരം നടാനുള്ളത്. മരം കഴിഞ്ഞ ജസ്റ്റിൽ കുറച്ച് മരം കാണണം. ഞാൻ ഒരുപാട് മരം വീടുണ്ടാക്കാൻ വേണ്ടി മൈൻ ചെയ്തപ്പോൾ ബാക്കി ഉണ്ടായിരുന്നത് അതിരിക്കുന്നു. ഒരുപാടുണ്ട്. നമുക്ക് പിന്നെ നമുക്ക് നെതറൊക്കെ കണ്ടുപിടിക്കണമില്ല, അതൊക്കെ ഞാൻ മറന്നുപോയി. നെതർ കണ്ടുപിടിക്കണം, അതും സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കോൺക്രീറ്റ് മെഷീൻ, ഇത് വളരെ ചെറുതാണ്. നമ്മൾ തന്നെ ഇതിൽ കൊണ്ടുപോയി മൈൻ ചെയ്യണം, അല്ലാണ്ട് പറ്റത്തില്ല. അല്ലാണ്ട് കോൺക്രീറ്റ് പറ്റത്തില്ല. പക്ഷെ ഇത് ഭയങ്കര സിമ്പിൾ വേ ആണ്. മാത്രമല്ല ഇതിൻ്റെ തട്ടിക്കൂട്ട് വേയുമാണ്. തട്ടിക്കൂട്ടായിട്ടുണ്ടാക്കാൻ എന്നെ കനട്ടേ ഉള്ളൂ വേറൊരാൾ. നമുക്കിവിടെ ഹോപ്പർ വെക്കുന്ന സ്ഥലത്തൊന്ന് മൂടാൻ പാടില്ല. ഭയങ്കര ലാഗ്. ഇനി നമുക്ക് പോയിട്ട് ആ ഒരു ചെസ്റ്റ് എടുത്ത് വച്ചേക്കാം. എന്തൊരു ലാഗ്, അനങ്ങാൻ പറ്റുന്നില്ല, അത്രയും ലാഗ്. ഇനി ഇത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് അയ്യോ ഇതങ്ങ് പൊട്ടിച്ച് മാറ്റാം. ഹോപ്പറിക്കിടല്ലേ, ചെസ്റ്റിൽ വല്ലതും വീണോ എന്തോ. അതേ കിടക്കുന്നു. ഇനി നമുക്കിതെന്ത് വെച്ച് കൊടുക്കണം. പിന്നെ നമുക്ക് സൈൻ ബോർഡ് ആവശ്യമുണ്ടല്ലോ. ഇവിടെ തീരെ വെളിച്ചമില്ലല്ലേ. എൻ്റെ ഒരു ടോർച്ചില്ലേ? ടോർച്ചുണ്ട്. അല്ല, ഇവിടെ വെള്ളം ഒഴിക്കാനുള്ളതല്ലേ, ഇപ്പോൾ ടോർച്ച് വെച്ചിട്ടൊരു കാര്യമില്ല. ഒരു ഹോപ്പറിൻ്റെ ഭാഗം പൊട്ടിച്ചളയാൻ മറന്നുപോയി. ഹോപ്പർ നിൽക്കണ ബ്ലോക്ക് പൊട്ടിക്കണം. ഹോപ്പർ നിൽക്കുന്ന ബ്ലോക്ക് പൊട്ടിക്കണം, നിർബന്ധമാണ്. ഞാൻ നോക്കണില്ല. എന്ത് ലാഗ് ഇത്? ഇവനാണ് എനിക്ക് ലാഗ് ഉണ്ടാക്കി തരുന്നവൻ. വെറുതെ പറഞ്ഞത്. അമ്മേ, ഇപ്പോഴും ഞാൻ സൈൻ ബോർഡ് ഉണ്ടാക്കാൻ മറന്നുപോയി. ഇപ്പോഴാരോ ഉണ്ട് അത്ത പോലെ. ആദ്യം കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കട്ട്. എവിടെ ലാഗ് ഒന്നും കാണാനും പറഞ്ഞില്ല. ഇജാതി ലാഗ്. ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു ലാഗ് ഞാൻ കണ്ടിട്ടില്ല. എന്തൊരു ലാഗാണേ, ലാഗറ്റ് പീക്ക്. കുറേ നേരമായി. അതെ, സൈൻ ബോർഡ്. ഇവിടെ അങ്ങോട്ട് വെക്കാം. ഈ സൈൻ ബോർഡ് പെട്ടെന്നൊന്നും കാണൂലല്ലേ. ഓട്ടോ കോൺക്രീറ്റ്. നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിക്കാണ്ട് ആരും ഇത് ടെസ്റ്റ് ചെയ്യരുത്. വെള്ളം ഒഴിക്കാണ്ട് ടെസ്റ്റ് ചെയ്താൽ നിങ്ങൾ ചമ്മിപ്പോകും. ആദ്യം നമുക്ക് ആ ഒരു വുഡ് എടുക്കണം.
ഈ വാട്ടർ ഇവിടെ പ്ലേസ് ചെയ്തിട്ട് അപ്പം തന്നെ ഈ ഒരു വുഡ് വെച്ചെടുക്കണം. ഹോപ്പറിൻ്റെ അവിടേക്ക് വാട്ടർ എത്തിയെന്ന് ഉറപ്പും വരുത്തണം. നമുക്കിതിൻ്റെ മണ്ടേക്കൊന്ന് കയറണം. ഇത് ഞാൻ എങ്ങനെയൊക്കെയോ മൈൻഡ് ചെയ്തുകൊണ്ട് വന്ന സാധനമാണ്. ഇപ്പം അത് കോൺക്രീറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിങ്ങനെ മുളിക്ക് വെച്ച് പോവാം. അയ്യോ എൻ്റെ കയ്യിൽ വാട്ടറില്ലല്ല. എൻ്റെ കയ്യിൽ എമൽജി ഒന്നുമില്ലല്ല. ഞാനിവിടെ ഇല്ലടാ. നീയൊക്കെ എനിക്ക് ഇങ്ങോട്ട് കൊണ്ടിരുന്നില്ല. അമ്മേ പഠിക്കണ്ട, ചത്തിട്ടില്ല ഞാൻ. ഇതാ പിക്കാസോണ്ട് ഇവിടെയൊക്കെ വന്നിട്ട് വെറുതെ അങ്ങ് മൈൻഡ് ചെയ്തിട്ടുണ്ടാകത്ത്. ആണെങ്കിൽ ഇത് മറ്റേ ബനാന മൈനിങ് സുധിയാണ് ഇവിടെ. എൻ്റെ കീബോർഡ് മോശമില്ല. ഞാൻ ഇത് കളിക്കുന്ന മൊബൈലിലായതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല. കണ്ട സിമ്പിൾ മൈനിങ്. അയൺ പിക്കാക്സ് വേണ്ട, സ്റ്റോൺ പിക്കാക്സ് ആയാലും മതി. കണ്ട അത് തീർന്നു തുടങ്ങി. എന്നാ വേണമെങ്കിൽ ഇത് വെച്ചോ, നിനക്ക് ഞാൻ തരാം. കഴിഞ്ഞായി ശരി. തെക്കൻ പൊളിയാണ്. അതെ ഇത് വെച്ചോ. ഇതാ മോളിക്കോളിക്ക് ഹോപ്പറിൻ്റെ മണ്ടയിൽ ഈ സ്റ്റെപ്പ് കയറിയിട്ട് വെച്ചാൽ മതി. ഈ ഹോപ്പറിൻ്റെ മണ്ടയിൽ വെച്ചിട്ട് ഇങ്ങനെ മോളിക്ക് വെച്ച് പോയാൽ മതി. അങ്ങനെ നീ ചത്തോക്കോളും. താഴത്തേക്ക് ചാടാനുള്ള വല്ല എമൽജിയോ വല്ലോ എന്നാ കുഴപ്പമില്ല. എന്നാ കുഴപ്പമുണ്ട്. ഇവിടെ കോൺക്രീറ്റ് എന്താ കോൺക്രീറ്റ് റെഡ് കോൺക്രീറ്റാണ് ഇവിടെ ഇരിക്കുന്നത്. ഇപ്പം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞാൻ വല്ല ഫാക്ടറീസോ വല്ല ഫാമൊക്കെ പണിയുമ്പോൾ എന്നത് ഇവിടെ എല്ലാം ഓർഡർ എടുക്കണം. ഞാൻ വല്ല അയൺ ഫാമും പണിയുമ്പോൾ എനിക്ക് ആ സാധനം വളരെ ആവശ്യമുള്ളതാണ്. വളരെ ആവശ്യം. ഇതെന്താ? ഇവിടെ ലാഡർ വെച്ചായി ശരി. അതിൻ്റെ ചാൻസ് ഉണ്ട്. 99.9% ചാൻസാണ് 3 ചാവാൻ. എൻ്റെ വാട്ടർ ബക്കറ്റിൽ വാട്ടർ ഇല്ല. ഇനിയിപ്പോൾ വയ്യ. ഗൈസ് കണ്ട ഓടെങ്ങനെയുണ്ട്. ഡേയ് സിയാ ഹലോ ബ്രോ, ഞാനിത് അവിടെ. അയ്യോ അവരെ സ്റ്റാക്ക് കണക്കിനെ മൊത്തം വെച്ചതാരത്? ഹസനോരമിയാ? അതാര്? ഏതൊരുത്ത എനിക്ക് ഇൻവിറ്റേഷൻ അയച്ചേക്കണ്. സബ്സ്ക്രൈബർ ആണോ നിങ്ങൾ? വല്ല ആണോ? ചാടിക്കോ, സിധുവിന്റെ വലിയ എമൽജി ക്ലച്ചാണ് നമ്മൾ കാണാൻ പോകുന്നത്. 3, 2, 1 ചാടിക്കോ. അയ്യോ ചത്തുപോയി. ഇല്ല, അവിടെ വാട്ടർ വന്നിട്ടില്ല. അയ്യോ എന്റെ കൊല്ലേ ശിവരെ ഓടിക്കോ. അയ്യോ അയ്യോ ഇമ്രാശായ ചത്ത്. റീസ്പോൺ ആവണില്ലല്ലോ. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ സെർവറിൻ്റെ കാര്യം എന്താടാ? പിന്നെ നമ്മുടെ സെർവറിൻ്റെ കാര്യം അടിക്കലടാ. ഇപ്പം നീ എന്നെ കൊല്ലണ്ട. ഇനി നമ്മുടെ സെർവറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ
നമ്മൾ വാട്സപ്പ് സെർവറും തുടങ്ങിയിട്ടുണ്ട്, അല്ല വാട്സപ്പ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്, പിന്നെ ടെലിഗ്രാം ചാനൽ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ പിന്നെ നമ്മുടെ സെർവറിൻ്റെ ലോഞ്ച് മൈൻക്രാഫ്റ്റ് ബെഡ് റോക്കിലും ജാവയിലും കളിക്കായിരുന്ന സെർവറാണ്. അപ്പോൾ അതിൻ്റെ ലോഞ്ച് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്തത്, എന്തെല്ലാം ലാഗാടായി. റെൻഡർ ഡിസ്റ്റൻസ് കുറച്ചിടേണ്ടി വരും. അപ്പോൾ അത് ലോഞ്ച് ചെയ്യുന്നത് ഏപ്രിൽ 4-ാം തീയതിയാണ്. ഏപ്രിൽ 4-ാം തീയതിയാണ്. അപ്പോൾ ശരി, എന്നാ ബൈ ബൈ. ിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് നമ്മുടെ പരിപാടി എന്നത് നമ്മൾ മൈനിങ്ങിനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇന്ന് ഡയമണ്ട് അടിക്കാൻ വന്നിരിക്കുകയാണ്, അല്ലേടാ സിധു? അപ്പം നമ്മൾ ഇന്ന് ഡയമണ്ട് കണ്ടുപിടിച്ചിട്ടേ പോകും. അതെ, അതോടെ നമ്മൾ ഡയമണ്ട് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ബ്രിഡ്ജ് ചെയ്ത് പോകാൻ എൻ്റെ ഇതിലൊക്കെ ഒന്നുമില്ല. എടാ ലാഗടിക്കണടാ. എടാ മണ്ട, അത് ജാവയിലടാ, സ്പീഡ് ബ്രിഡ്ജ് ചെയ്ത് പോടാ. നല്ല ആളാണ്. എൻ്റെ ഒരു ഇതാ ഓർമ്മയുണ്ട്. അയ്യോ അമ്മേ, തൂയില്ലടാ. കോളിന്റെ ആവശ്യമൊന്നുമില്ല, ടോർച്ചൊക്കെ ഉണ്ട്. ഇതേടാ ഇവിടെ നമ്മൾ ടോർച്ച് വെച്ചിട്ടുണ്ടാ. ഇതൊക്കെ ഭയങ്കര അല്ലേ, അതിന് റെൻഡർ ഡിസ്റ്റൻസ് ഒന്ന് കുറച്ചിട്ട്. എടാ സെറ്റിങ്സിൽ വരെ ഭയങ്കര ലാക്ക്, റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഇത്രയും വലിയ ഗതിവട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവില്ല. എന്താണോ എന്റെ ഹെൽത്ത് പോണില്ല. വെള്ളത്തിലേക്ക് എടുത്ത് ചാട്, എപ്പോഴത്തെയും പോലെ ചിലപ്പോ ഹെൽത്ത് പോവാം. അത് കറക്റ്റ് എങ്ങനെ ചാടി നീ? ഇത് കറക്റ്റ് ചാടാൻ സിമ്പിളല്ല. എവിടെ നീ? അവിടെയാണ്. നിങ്ങള് താഴത്തേക്കൊന്നും ചാടണില്ല, അത് വലിയ പണിയാണ്. ധരിക്കണടാ സ്കൾക്കിന്റെ ഇതൊക്കെ. ഇങ്ങോട്ടല്ല, ഇങ്ങോട്ട്. നമ്മളിങ്ങോട്ടാണ്. ഇവിടെ കുറവുണ്ട്, ഇവിടെ വഴിയിലുണ്ടാവണം. അവിടെ ലാവയുള്ള സ്ഥലത്തല്ലേ ഡയമണ്ട് ഉണ്ടാവും. അയ്യോ, അങ്ങോട്ടേക്ക് പോവണ്ട മാൻ. അവിടെ മറ്റവൻ ഡീപ്പ് ഡാർക്ക് ആൻഷ്യന്റ് സിറ്റി അല്ല, ഡീപ്പ് ഡാർക്ക്. ഇവിടെ വെച്ചിട്ടങ്ങണ്ടാണ് ഞാൻ താഴെ വീണെന്ന് തോന്നുന്നു. അതെ, ഒമ്മീ നിലയിലേക്ക്. എന്ത് തേങ്ങയാടാ ഇവിടെ. ഒരു മോബിനെയും കാണാനില്ല. അതാരുമല്ല. ലോഗോ വാർഡനാണോ? നമ്മളെന്തിനാണോ മണ്ട ഇങ്ങോട്ട് ബ്രിഡ്ജ് ചെയ്ത് പോകണം? നമ്മൾ ഇങ്ങോട്ടാ പോകണ്ടേ?
എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. വീഡിയോയിലാകില്ലാണ്ടിരുന്ന മതിയായിരുന്നു. നിങ്ങൾ വീഡിയോ ലൈക്ക് അടിച്ചാ ഇല്ലെങ്കിൽ നിങ്ങളെ ഇവൻ പിടിക്കും. അതായത് ചാത്തൻ പിടിക്കും. ബ്രഹ്മയുഗത്തിലെ ചാത്തൻ. ഹെമ്മേ എന്റെ ഗെയിം ഗ്ലിച്ചായ. എന്ത് ഗ്ലിച്ചാണോന്ന് അറിഞ്ഞൂടാ. എന്തോ ഗ്ലിച്ചാണത്. ഒരു ടഫ് ബ്ലോക്കുള്ള സ്ഥലത്തായാണ് ഉണ്ടാവും പറയുന്നുണ്ട്. നീ ഒന്ന് തപ്പി നോക്കിയേ. ഇവിടെ ഈ സാധനം ഉണ്ടാ? ഹിമ്മേ നീ നില്ല്. ആ എടാ എനിക്കൊന്നും ചെയ്യാറ്റുന്നില്ലല്ലോ. നിന്റെ ബ്ലോക്ക് ഉണ്ടായിരുന്നാ? എടാ വൈ ലെവല് -20. നമ്മള് രണ്ടും കൽപ്പിച്ച് ഇങ്ങോട്ടേക്ക് എടുത്ത് ചാടിയാണ് കേട്ടാ. അടച്ചോനെ ഡീപ് ഡാർക്ക്. ആഹാ ഇതാ ഞാൻ വെട്ടാ. ഞാൻ സിറ്റിയിലാ വന്ന് വെട്ടെ. എടാ ഞാനേതോ കുഴി വീണറാ. ഞാൻ നിക്കട സ്ഥലം ഏതാന്നറിയോ? ഏൻസിന്റെ സിറ്റി. ബൈ ശരി എന്നാ. എന്റെ ബ്ലോക്ക് ഉണ്ട്. ഞാൻ ബ്രിഡ്ജ് ചെയ്ത് തരാം. അയ്യാ എന്നാടാ ഞാൻ ഇവിടെ നിക്കാടാ. പട്ടി അയ്യോടാ നീ എന്താ ഇവിടെ ഉണ്ടായേ? ടോർച്ച് കഴിഞ്ഞ് പിന്നെ ശരിക്കില്ലാതെ ഡീപ് ഡാർക്കില്ല എത്തിയത്. അങ്ങനെ ഇതിലെവിടെ നിനക്ക് വേസ്റ്റ് സ്റ്റോൺ കിട്ടിയെന്ന്? എടാ ഞാൻ വന്ന വഴി ശരിയാണ്. ശരിയാണല്ലോ. എടാ കുറച്ച് ബ്ലോക്ക് ഇട്ടേരിയോ? എന്റെ ബ്ലോക്ക് അല്ല കഴിഞ്ഞ്. ഇനി ഇവിടെ നിന്ന് കുറച്ച് ഡയമണ്ട് 3 ഡയമണ്ട് 4 ഡയമണ്ട്. ഒരു മിനിറ്റടാ ഞാൻ അതൊക്കെ കേറിട്ട്. എടാ ഞാൻ വെറുതെ പൊട്ടിച്ചു നോക്കിയാ. നിനക്ക് ബ്ലോക്ക് ഇല്ലാത്തോണ്ട്. 10 ബ്ലോക്ക് മതിയാവും ഗൈസ്. നമ്മള് അതെ ഇവിടെ പിന്നെ ഡയമണ്ട്. കഴിഞ്ഞു. ഡീപ് സ്ലേറ്റ് എന്താണോ ഭയങ്കര ഡീപ്പായിട്ടിരിക്കുന്നത്. അയ്യോ എന്റെ പിങ്ക് ലങ്സ് പൊട്ടിപ്പോയി. പിക്കാക്സ് അല്ല പ്ലിങ്ക് ലങ്സ്. തമ്പുരാനറിയാ. ഇങ്ങോട്ടൊന്നും എടുത്ത് ചാടല്ലേട്ടാ. ഞാൻ കുറച്ച് ബ്ലോക്ക് ആണ്. നീ താഴത്ത് വീണാ? ശരി. അയ്യോ എടാ ഇതെന്തോ ഇത്? എനിക്കെന്താ 5 5 5
പിന്നെ അല്ല ZG മാസുടാ. നമുക്ക് ഈ കേവിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം. അതൊരു ടാസ്ക് പിടിച്ച പരിപാടിയാണ്. ഇവനെന്ത് കൊടുക്കണം? ഹേ ബ്രോ, എടാ ഇതൊരു അതിന് എൻ്റെ സിറ്റിക്ക് ഉണ്ടായ അയ്യോ ഇക്കാറ് നമ്മളുടെ ചാവണ്ടി പറ്റും. നമ്മളൊരുപാട് ഡീപ്പിലാണ്ടിരിക്കണം. നമ്മുടെ ഒരാളെങ്കിൽ ബ്ലോക്കൂല. ഇന്നത്തെ വീഡിയോ ഭയങ്കര ലെന്ത് കുറഞ്ഞു പോയില്ലേ. നമ്മൾ ഓൾറെഡി കേവിൻ്റെ ഉള്ളിൽ വന്നിട്ടാണ് വീഡിയോ എടുത്തത്. അത് നമുക്ക് ഇപ്പം ഇന്നത്തെ വീഡിയോ ഒന്നും നമുക്ക് കട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി ലെന്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത്. പക്ഷെ പെട്ടെന്ന് ഡയമണ്ട് കിട്ടിപ്പോയി. നമുക്ക് എന്നാലും ഇനിയും തപ്പി നോക്കാം. ഞാൻ ഇങ്ങോട്ടേക്ക് തപ്പാം. എടാ നീ എന്താ ചെയ്യടേ? ഏതെങ്കിലും ഒരു വഴി പോടാ. ഇതൊരുപാട് നേരം എടുക്കും. ഈ സമയത്ത് അങ്ങനെ നമുക്ക് അതിൻ്റെ റയറസ്റ്റ് ഡീപ് സ്ലേറ്റർ എമറാൾഡ് ഓർ കിട്ടിയാലോ? ഓ ഭാഗ്യം ലക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ ലെറ്റ്സ് പ്ലേയുടെ പുതിയ വീഡിയോയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇത് നമ്മൾ നെതറിലാണ് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നെതർ ഉണ്ടാക്കിയായിരുന്നു. പക്ഷേ റെക്കോർഡും കാര്യങ്ങളൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പം തന്നെ വീഡിയോ എൻ്റെ ആവുകയാണ് ചെയ്തത്. ഓട്ടർ പോലും കിട്ടിയില്ല. ഇന്നലെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഈ നെതർ ഉണ്ടാക്കുന്ന കറക്റ്റായി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ പറ്റിയില്ല. ഓക്കെ, അപ്പം നമുക്ക് നെതറിൻ്റെ ഉള്ളിലേക്ക് പോകാം. നെതറിൽ എനിക്ക് പുതിയ അപ്ഡേറ്റിലാണ് ഞാനിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. റൈഡ് കാസ്റ്റ് കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതാകുമ്പോൾ നമുക്ക് പിന്നെ എലേറ്ററുടെ ആവശ്യം വരില്ലല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മളിതാ കയറി ഓക്കെ. നമ്മളൊരു സൗണ്ട് ഉറക്കെ ഇല്ലെങ്കിൽ അപ്പോൾ ഇൻട്രോയിട്ടി കാണത്തില്ലായിരിക്കും അല്ലേ. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ഗാസ്റ്റ് കുട്ടനെ കണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇവിടെ നോടാം. പെട്ടെന്ന് തന്നെ റണ്ണാണ്, ഇല്ലെങ്കിൽ ഗാസ്റ്റ് കുട്ടൻ നമ്മളെടുത്തിട്ടിടാക്കും. അപ്പം നമുക്ക് സോൾ സാൻഡ് വാലി കണ്ടുപിടിക്കണം. അതിൻ്റെ എവിടെയോ കണ്ടുപിടിച്ചായിരുന്നു. ആ ഗാസ്റ്റ് കാണില്ലെങ്കിൽ നമുക്ക് ഈ വഴി പോകാം. പെട്ടെന്ന് എൻ്റെ കയ്യിൽ എന്താ ഇരിക്കണമെന്ന് നോക്ക്. ഗാസ്റ്റ് ടിയർ. ഞാൻ ഗാസ്റ്റിനെ കൊന്നു. മാറ എന്താ കണ്ണി കണ്ട തീയിലൊക്കെ പിടിച്ചോണ്ട് വന്നേക്കാണ്. നേരത്തെ കണ്ടതൊരു ഡ്യൂപ്ലിക്കേറ്റ് ഇന്ത്യൻ സോൾ സാൻഡ് വാലി ആയിരുന്നു. അത് നമ്മളങ്ങ് കളഞ്ഞ്. ഇപ്പോൾ പിന്നെ എനിക്കൊരു ബഗ് ഉണ്ട് ഗൈസ്. എനിക്ക് ഇത് ഡാമേജ് എടുക്കുന്നില്ല, എന്താണെന്ന് പറഞ്ഞൂടാ. മൈൻക്രാഫ്റ്റ് വേറെ എന്തോ ഒരു ബഗ്ഗാണ്. എപ്പോൾ മൈൻക്രാഫ്റ്റ് എടുത്താൽ ഈ ബഗ്ഗുകളുണ്ട്. മൈൻക്രാഫ്റ്റ് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒന്നും കൂടി കയറ്റിയിട്ടിരിക്കുന്നു. അപ്പം എൻ്റെ വേൾഡും അതിന് മുമ്പ് ഞാൻ വേൾഡ് ഡൗൺലോഡ് എടുത്ത് വെച്ചിരിക്കും. ബാക്കപ്പൊക്കെ എടുത്ത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് കളിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഞാനൊരു 10ാമത്തെ എപ്പിസോഡാകുമ്പോൾ വേൾഡ് ഡൗൺലോഡ് തരാം. താണ്ടാ നിൽക്കുന്നു. ഇവിടെ മാറി നിൽക്കണം. എനിക്ക് ഹെൽത്ത് പോകില്ല. നമുക്ക് മുതലെടുക്കാനുള്ള ചാൻസാണ്. ഹെൽത്ത് പോകാത്ത ബഗ് കൊള്ളാം. എടാ ഇവിടെ സോൾ സാൻഡ് വാലി പോയിട്ട് വേറൊന്നും ഇല്ലല്ലോ. ഇവിടെ ഈ സോൾ സാൻഡ് വാലി പോലും ഇല്ല. നമുക്ക് ക്രിംസൺ ഫോറസ്റ്റ് കുറച്ചെടുത്താലാ. വെറുതെ ഇരിക്കല്ലേ. ഒരു നെതറിൻ്റെ വല്ല ബിൽഡും കൊണ്ടുവരാം. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ഐലൻഡ് മൊത്തം അങ്ങ് നെതറാക്കാം. അങ്ങനെ എന്ത് പറയണം നിങ്ങൾ? ഒരു ഐലൻഡ് മൊത്തം അങ്ങ് നെതറാക്കാം. ബ്രൈറ്റ്നെസ് കൂടിയെന്നൊരു സംശയം. എമ്മേ വരണ കണ്ടാടാ. അയ്യോ എന്നെ കൊല്ലുന്നേ. അല്ലോ നമ്മൾ ഇത്രയും മുന്നിട്ടാവും. നമ്മുടെ പോർട്ടൽ എവിടെയാണോ എന്തോ. നമുക്ക് പിന്നെ നോക്കാം. എൻ്റെ പൊന്നേടാ. നമ്മൾ കുറച്ച് ഷ്റൂം ലൈറ്റൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ഫുഡ് കഴിഞ്ഞ് പിന്നെ തിന്നെ ഈ ഫുഡ്.
എൻ്റെ ഫുഡ് ആകെ ഒരെണ്ണമുള്ളൂ. ഞാൻ എന്തൊരു ചെയ്യും മല്ലയ്യ. എന്തത് ഫോർട്രസ്? അല്ല ഫോർട്രസ് തന്നെ ഗൈസ്. നമ്മൾ വന്ന ദിവസം തന്നെ നിക്കണ കണ്ട മുതലാക്കണം. ഇമ്മോർട്ടാലിറ്റി മുതലാക്കണം. നമ്മളിപ്പോൾ ഫോർട്രസിൻ്റെ ഉള്ളിലാണുള്ളത്. ബട്ട് ഒയ്യോ എന്തൊരു പ്ലേസാടാ. ഹിമ്മി എനിക്ക് ഒരു ബ്ലേസ് റോഡ് കിട്ടി. എങ്ങനെയൊക്കെയോ ഓടാ ഓടറാ ഓടറാ ഓടറാ. എൻ്റെ സോഡും പൊട്ടിപ്പോയി. എൻ്റെ കയ്യിൽ വേറെ സോഡ് ഉണ്ടായിരുന്നല്ല. എവിടെ വെച്ചോ എന്തോ. ഇവിടെ എത്ര ആൾക്കാരാ വരുന്നേ. നാണുള്ളോടാ നിങ്ങൾക്കൊക്കെ. ഓരോരുത്തരായിട്ട് ആടാ. അതാവുമ്പോൾ എനിക്ക് അത്രയും കുറച്ചടി കൊണ്ടാൽ മതിയല്ലേ. മാറി നിക്കടാ ഉണ്ടക്കൽ ശങ്കർ. ബ്ലേസ് റോഡ് കിട്ടിയില്ല. അത് ആ തീയിലങ്ങ് പോയി. അവൻ ഡ്രോപ്പ് ചെയ്ത് ഞാൻ കണ്ടതാ. അവൻ ഡ്രോപ്പ് ചെയ്തോ അതോ ഇല്ലേ. എൻ്റെ പുതിയ സോഡ് എടുക്കേണ്ട സമയമായി. അയ്യോ ഇവിടെ ഷീൽഡ് വെച്ചിട്ട് ഉമ്മാർ ഇതാക്കാറ്റത്തില്ലല്ലോ. ഞാൻ അത് മറന്നുപോയി. എൻ്റെ നെതറാക്കെല്ലാം കഴിഞ്ഞ് കുറച്ച് ബ്ലോക്ക് എടുത്തോണ്ട് ഒരാളായിരുന്നു. ഇങ്ങനെ ചിരിക്കാം. എന്നിട്ട് ഇവിടെ ഇരിക്കാം. കമ്മി ഇത് ഇങ്ങനെടാ ഉമ്മാർ കുളിച്ചേ. ഇത് ഇതിൽ കൂടെ ഒക്കെ വരുന്ന അവൻ. ഷീൽഡ് പിടിച്ച് നിൽക്കിട്ട് കാര്യമില്ല. എന്നാലും അത്ര അടി കൊള്ളണ്ട. അതുകൊണ്ട് അവന്മാർ കുറേ വിടുന്നുണ്ട്. അതിൽ ഒരെണ്ണം പോലും എനിക്ക് കൊള്ളുന്നില്ല. കൊല്ല്. ആ കിട്ടി 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 കിട്ടി. രണ്ടെണ്ണം കിട്ടിയെന്ന് തോന്നുന്നു. വിതർ സ്കെലട്ടനെ ഞാൻ കണ്ടു. അവനെ നമുക്ക് പേടിക്കണം. പിടിക്കുക. അയ്യോ അമ്മാര് നമുക്ക് എഫക്റ്റ് തരും. അത് നമ്മുടെ ഹെൽത്ത് കളയും. ഇവൻ ആറാ. ഇവനൊക്കെ എവിടെ എന്താ ഫോർട്രസിൽ ഇവൻ ഉണ്ടെന്ന് എനിക്കറിയാം. ഒരു വലിയ ഫൈറ്റ്. നമ്മൾ ചത്തുപോയി ഗൈസ്. ചത്തുപോയി. ഉറങ്ങാം ഗൈസ് ഉറങ്ങാം. ഗൈസ് നമ്മൾ സക്സസ്. അപ്പം ഗൈസ് നമ്മൾ സക്സസ്ഫുള്ളി വിതേർഡ് എവേ ആയിരിക്കുകയാണ്. അതായത് വിതറിൻ്റെ കൈ ചത്തുപോയി. അതെ വിതരണങ്ങളുടെ മറ്റേ ആ ഇതില്ലേ മറ്റേ വിതറിൻ്റെ ആ ഇത് എന്തോ ഒരു സാധനം അത് വെച്ചിട്ട് നമ്മളെ കൊന്നു ഗൈസ്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാണ്. പിന്നെ സിധു നമ്മുടെ ഈ വേൾഡിൽ ഇല്ല. ബിക്കോസ് സിധു എൻ്റെ അടുത്ത് ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത്. ഹലോ. സിധുവിൻ്റെ ഫോൺ കേടായിപ്പോയി. അതെ അതുകൊണ്ട് ഇന്ന് സിധു ഇല്ല. നമ്മൾ ഡിസ്പ്ലേ അടിച്ചു പോയതാണ്. അത് ശരിയാക്കണം. ശരിയാക്കാൻ പറ്റൂല എന്നാണ് പറയണത്. പറ്റൂലെങ്കിൽ പുതിയ ഫോൺ വാങ്ങിച്ചു. എന്തെങ്കിലൊക്കെ ഔട്ട് പൈസ കിട്ടാനും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. അതെ നമ്മൾ പിച്ചത്തട്ടെടുക്കുകയാണ്. ഹലോ ടെക്നോബ്ലേഡ്. സ്പോയിലർ ഞാൻ ഇവിടെ പറയുന്നില്ല. മൈൻക്രാഫ്റ്റ് അത് ഞാൻ കാണിച്ചു തന്നില്ല. നമ്മളെ വീടിൻ്റെ ഇവിടെ ഇങ്ങനൊരു സാധനം വെച്ച് ഞാൻ നാച്ചുറലി സ്പോണെന്നല്ല. ഞാനത് കണ്ണി കണ്ട കേവിൻ്റെ ഉള്ളിൽ പോയി എടുത്തിട്ടത്. കേവിൻ്റെ ഉള്ളിലല്ല, കേവിൻ്റെ അവിടേക്കില്ലേ. ഞാൻ എന്താ അവിടെ ഒരു കേവ് ഉണ്ട്. അവിടെ നിന്ന് പോയിട്ട് അവിടെ കുറച്ച് ഗ്രാസ് ഉണ്ടായിരുന്നു. അവിടെ ഞാൻ ഇത് കണ്ട് ഞാൻ എടുത്തോട്ട് വന്നു. ഇവിടെ ഇവന്മാർ എൻ്റെ ഫാം നശിപ്പിക്കാൻ. അയ്യേ ചമ്മിപ്പോയി. ഇതൊരു അതൊരു XP ഫാമിലി ഇങ്ങനെ അടിച്ചിട്ട് കൊല്ലണ പോലെ. അയ്യോ ഇവരോട് എൻ്റെ ലെവൽ എത്ര നോക്കി 21. നമുക്ക് ഇത് ഫാമുണ്ട് മൊത്തം കത്തിച്ചാല വേണ്ട. നമ്മള് എന്നിട്ട് നമ്മുടെ ഒരു ബേസ് പ്ലാനിങ് ഉണ്ട് കേസ്. നമ്മൾ നമ്മളൊരു ഐലൻഡ് മൊത്തം നമ്മൾ ഒരു ഫാക്ടറി ഐലൻഡ് ആക്കും. ഈ ഐലൻഡ് അല്ല, വേറെ സെപ്പറേറ്റ് ഒരു ഐലൻഡ്. വിതറിൻ്റെ തന്നെ ചത്തുപോയത്. എന്നിട്ട് അതൊരു ഞാൻ ഫാക്ടറി ഐലൻഡ് ആക്കും. അതിനുള്ള റിസോഴ്സ് ഞാൻ ഒപ്പിച്ചിരുന്നുള്ളൂ. എന്നിട്ട് ഈ കോൺക്രീറ്റ് ഫാം എടുത്തിട്ട് ഞാൻ അവിടെ കൊണ്ടുവയ്ക്കും. പിന്നെ ഫുൾ ഫാമിങ് ആയിരിക്കും അവിടെ.
എനിക്കറിയാവുന്ന എല്ലാ ഫാമും ഞാൻ ഇവിടെ കത്തിക്കൊന്നും വേണ്ട. ഇതേ സെയിം സാധനം അവിടെ പണിഞ്ഞേക്കാനുള്ളതാ. പക്ഷെ ഇതിൻ്റെ അപ്ഗ്രേഡ് വെർഷനായിരിക്കും ഞാൻ അതിൽ പണിഞ്ഞേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ ZG സൈനിങ് ഔട്ട്. ഇത്രയും വലിയ ഏരിയയിലാണ് നമ്മുടെ ഫാക്ടറിയിൽ വരാൻ പോകുന്നത്. ഞാനിതിൽ വലുതായിട്ട് ഫാക്ടറീസ് അധികം ഉണ്ടാക്കുന്നില്ല, അതുകൊണ്ടാണ് ഇത്ര ചെറിയ ഏരിയയിൽ ഉണ്ടാക്കിയത്. ഈ ബോർഡറിൻ്റെ ഉള്ളിലായിരിക്കും ഫാക്ടറിയിൽ എൻ്റെ വരുന്നത്. നമ്മൾ പോൾട്രി റീപ്സിൽ വെച്ചിട്ടാണ് അതിൻ്റെ പരിപാടിയിലേക്ക് പോകും. ഗൈസ് ബ്ലോക്ക് കഴിയാനായി നമ്മൾ കുറേ ഡീപ്പിൽ പോയിട്ട് എടുത്തോട്ടുന്ന ഡീപ്പ് സ്ലേറ്റാണ്. അതുകൊണ്ടാണല്ലോ ഡീപ്പ് സ്ലേറ്റ് വിളിക്കുന്നത്. മാറിപ്പോടേ, ഇവിടെ വെക്കാൻ സമ്മതിക്കൂല. അത് ഒരു സിമ്പിൾ ഗോഡ് ബ്രിഡ്ജ്. സിമ്പിൾ ഗോഡ് ബ്രിഡ്ജ് ചെറുതായിട്ട് പണിപ്പോയതുപോലെ എനിക്ക് തോന്നുന്നു. നമുക്ക് ബാക്കി വെക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് ഇത്ര ഏരിയ കവർ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി ഏരിയ കവർ ചെയ്യണമെങ്കിൽ മുന്നേ ബ്ലോക്ക് തീർന്നു പോയി. ബാക്കി നമുക്ക് ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ ആ ഡീപ്പ് സ്ലേറ്റ് പറക്കാൻ പോവാം. ഡീപ്പ് സ്ലേറ്റ് വളരെ റയറല്ല, എന്നാലും നമുക്ക് പെട്ടെന്ന് തന്നെ പറക്കണം. കാരണം നമുക്ക് ഇന്ന് ഒരു ഏരിയയെങ്കിലും കംപ്ലീറ്റ് ആക്കണം. ഡീപ്പ് സ്ലേറ്റ് വെച്ചിട്ട് ഇത്രയും ഏരിയയിൽ ഒരു ഏരിയയെങ്കിലും കംപ്ലീറ്റ് ആക്കണം. അടുത്ത എപ്പിസോഡിന് മുന്നേ, അതായത് ഇത് 8ാമത്തെ എപ്പിസോഡല്ല, 9ാമത്തെ എപ്പിസോഡിന് മുന്നേ അല്ലെങ്കിൽ 10ാമത്തെ എപ്പിസോഡിന് മുന്നേ എന്തായാലും ഇവിടുത്തെ ഏരിയ മൊത്തം കംപ്ലീറ്റ് ആക്കും. അപ്പം ഗൈസ് നമ്മൾ ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കേവിലേക്ക് എത്തി. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഡീപ്പ് സ്ലേറ്റ് ഉള്ളത്. നമുക്ക് അവിടെ നിന്ന് ഡീപ്പ് സ്ലേറ്റ് അങ്ങ് എടുത്തേക്കാം. പിന്നെ നമ്മുടെ കയ്യിൽ സ്റ്റോൺ കട്ടർ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു പോളിഷ് ഡീപ്പ് സ്ലേറ്റ് ഉണ്ടാക്കാൻ പറ്റും. 1000 ഇല്ല, ഒരു സ്റ്റാക്കെങ്കിലും ഒപ്പിക്കണം ഗൈസ്. നമുക്ക് അയേൺ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ ചെടുന്നല്ല വേണ്ട, എന്നാലും നമുക്ക് കോരിയെടുക്കാം. എന്തായാലും ഓൾറെഡി നമ്മൾ കുറേ അയേൺ എടുത്തതാണ്. ഈ സമയത്ത് ഡീപ്പ് സ്ലേറ്റ് എമറാൾഡ് ഏറ്റവും റയറസ്റ്റ് ബ്ലോക്ക് അങ്ങ് കിട്ടുകയാണെങ്കിൽ എപ്പിസോഡ് 4 ഞാൻ ഒരുപാട് അതിനെടുത്തു, ഒരു സ്റ്റാക്കിൽ കൂടുതൽ. അത് റേറ്റ് ആവണം, ഇത്രയാ മതി. ഡയമണ്ട് ആവണ്ട ആദ്യം, എന്നിട്ട് അത് റേറ്റ് ആവാം. ഡയമണ്ട് ആയാലും അത് റേറ്റ് ആവാട്ടുള്ളൂ. അതങ്ങനെയാണ്. നമുക്ക് ഡയമണ്ട് ടൂൾസ് ആണെങ്കിൽ അത് റേറ്റിക്ക് ആക്കാട്ടുള്ളൂ. എൻ്റെ 3ാമത്തെ അയൺ പിക്കാക്സ് ആയത് ഇപ്പോൾ പൊട്ടാനായി. 2 സ്റ്റാക്കാടാ. സ്പോയിലർ അറിയില്ലടാ, സ്പോയിലറിന് കൊളാക്കോ. നമ്മൾ ഒരുപാട് മൈൻ ചെയ്തു. ഇനി നമ്മളിത് കുറേ നെക്കിക്കൊണ്ടിരിക്കണം. നമ്മളൊരു കേവ് മൊത്തം മൈൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. നമ്മളൊരു കേവ് മൊത്തം മൈൻ ചെയ്തു. അവിടെ ഇത് ഞാൻ കണ്ടില്ലല്ലോ. കോപ്പിറൈറ്റ് കിട്ടുമേ. അവൻ അതും പാട്ടാക്കി. നമുക്കൊരു ബിൽഡിംഗ് ബ്ലോക്സ് കുറച്ചുണ്ട്.
അല്ല നമുക്ക് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയെങ്കിൽ കുറച്ച് ബ്ലോക്ക് ഒക്കെ ആണ്. എല്ലാ ലിയോയും ഒരു ലിയോ ആണ്. ആ ലിയോ ആണ് തലക്ക് തിന്നത്. ഇവിടെ എന്ത് തേങ്ങയാടാ ഈ പറയുന്നത്? അയ്യോ ഇനി കേവിന്ന് പുറത്തേക്ക് ഇറങ്ങണം. ഗൈസ് നമ്മൾ അങ്ങനെ വീട്ടിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമുക്ക് പെട്ടെന്ന് വീട്ടിൽ കയറി ഉറങ്ങാം. ലാഗായ സുപ്രഭാതം. നമുക്ക് ആ ഒരു ഐലൻഡ് കണ്ടുപിടിക്കണം. ആ ഐലൻഡ് ഒരുപാട് ദൂരെയാണ്. ഗുഡ് മോർണിംഗ് ബൈ. ആദ്യമേ ഞാൻ ഐലൻഡിന്റെ ബെഡറോക്കിട്ട് ഷെയ്ഡറല്ല, പക്ഷെ അത് കിട്ടണില്ല. അത് എങ്ങനെ എടുക്കാന്നറിയില്ല. അതില് ഗ്രാഫിക്സ് മോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സെറ്റിങ്സ് ഉണ്ട്. അതിലാണ് വൈബ്രന്റ് വിഷ്വൽസ് കാണിക്കണത്. പക്ഷെ ഞങ്ങളെ ഗൈസ് നമ്മളത് കണ്ടുപിടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ബിഗ് പ്രോഗ്രസ് ഗൈസ്, ബിഗ് പ്രോഗ്രസ്. നമ്മളിനി ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോണ എന്തോ എങ്ങനെ അയ്യോ ഗൈസ് ഇവൻ ചത്തു. എന്നിട്ട് ബെഡ്മതി സ്പോണായി. ഒരു പണി കിട്ടി. ഇവൻ ചത്തുപോയി. അതല്ല പോയി ബെഡങ്ങ് ഉണ്ടാക്കി. അതല്ല ബെഡൊക്കെ ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷെ എന്റെ വീട്ടിൽ അതല്ല കുഴപ്പം. നമ്മള് സ്റ്റോൺ കട്ടർ എടുത്തില്ല. നമ്മളിപ്പോഴും ഈസി ചെയ്തിട്ടാ നിക്കണേ. ക്രാഫ്റ്റിംഗ് വെച്ച് ഉണ്ടാക്കിയ നമുക്ക് അത് ലാഭമല്ല, നമുക്ക് ലാഭമാണ് പ്രധാനം. അപ്പൊ നമുക്കൊന്നും കൂടി ബേസ് തിരിച്ചു പോവാം. ഹലോ ഗൈസ് കണ്ട ഗൈസ് ആ വെള്ളച്ചാട്ടം? അതാണ് നമ്മുടെ വീടിന്റെ സിമ്പിൾ. കണ്ടിട്ടുണ്ടോ? നാളത് കാണണമെങ്കിൽ നിസ്സായമാണ്. മൈൻക്രാഫ്റ്റ് കയറ്റിയിട്ട് മൈൻക്രാഫ്റ്റിന്റെ വെള്ളത്തിൻ്റെ ഉള്ളിൽ കടലൊക്കെ പോയാൽ കാണാം. സ്ക്വിഡ് ഗെയിം. ഇത് അത് മറ്റേ സ്ക്വിഡ്. ആ സ്ക്വിഡ് മൂവിനായിട്ടാണ് പറയുന്നത്. അപ്പൊ ഡേ ഇരിക്കണോ അല്ലാതെ. നമുക്കൊരു ബിഗ് പ്രോഗ്രസ് ചെയ്യണം. ഇതല്ലേ ഇത്? ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കണം ഗൈസ്. അപ്പം നമ്മൾ ഇത് മൊത്തം ഡീപ് സ്ലേറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഐലൻഡ് തപ്പി പോവാം. ഇതാ സ്ക്വിഡ് ഗെയിം. അതാണ് ഫ്രണ്ട് മാനാ. അപ്പൊ നമുക്കിതാ ഐലൻഡിലേക്ക് പോവാം. കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡീമൺ സ്ലെയർ ഫാൻസ് ആണ്. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. എക്കോ ബ്രീത്തിങ് ഉണ്ട്, ലാവ ബ്രീത്തിങ്. എൻ്റെ ബ്രീത്തിങ് ആണ് റിയാലിറ്റി ബ്രീത്തിങ്. എൻ്റെ ബ്രീത്തിങ് ആണ് റിയാലിറ്റി ബ്രീത്തിങ്. എൻ്റെ ബ്രീത്തിങ് ആണ് ലാവ ബ്രീത്തിങ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞെങ്കിൽ നമുക്കിത് ബിൽഡ് ചെയ്യായിരുന്നു. ഈ സൈഡ് കംപ്ലീറ്റ് ആയി. അങ്ങനെ ഈ ഒരു സൈഡ് മൊത്തം കംപ്ലീറ്റ് ആയി. ഈ കോൺക്രീറ്റ് ഇല്ല, അതാണ് പണി. That's impossible. I killed him. ഓക്കെ ആരെ കൊന്നേക്കാസ? ലാവ ബ്രീത്തിങ്ങിന് ജാപ്പാനീസ് കുറേ ഇതുവരെ പഠിച്ചിട്ടില്ല.
നാണമുണ്ടോ താങ്കൾക്ക്? ഒറ്റടിക്ക് ഒരു സ്റ്റാക്ക് കഴിഞ്ഞത് അവിടെ നിന്ന് ഇങ്ങോട്ടന്നപ്പോ അതെങ്ങനെ മൈൻക്രാഫ്റ്റ് ഒറ്റടിക്ക് കഴിയും? ഇത് അൺലിമിറ്റഡ് ആണ്. ജസ്റ്റ് കുറച്ച് വുഡ് വെട്ടിയാൽ മതി. കുറെ ഉണ്ടാവും, പക്ഷെ വുഡ് കാറ്റില്ല. എന്നിട്ട് പിന്നെ പാൽവാടിയിൽ ഗുണമുണ്ട്. നമുക്ക് ചെസ്റ്റിന്ന് വരെ അത് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാൻ വുഡ് വേണം. അപ്പോൾ നമുക്ക് ചെസ്റ്റിന്ന് അങ്ങനെ ബാക്കാക്കി എടുക്കൊന്നും വേണ്ട. ജസ്റ്റ് തന്നെ സാധനം എടുക്കാം, നമുക്ക് അതിന് ക്രാഫ്റ്റ് ചെയ്യാം. അയ്യോ ബുക്ക് പേജാവാനായി. എൻ്റെ ഒരു ഭാഗം മൊത്തം കംപ്ലീറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. Are you the king of humans? Use lava breathing. 7th form. How to walk up. അവിടെ വെച്ച എപ്പിസോഡ് അവസാനിക്കുന്നു. മിണ്ടാണ്ടിക്കൂട്ടോ. ഇത് റെക്കോർഡിംഗ് ആയിരുന്നു ഇത്ര നേരം. ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അപ്പം നമ്മളിതാ ഇത്രയും ഭാഗം നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നാളെ ബിൽഡ് ചെയ്യാം. അപ്പം ഇന്നത്തെ വീഡിയോയുടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ബൈ. എൻ്റെ പേര് ജഡ്ജ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ സ്കിന്നൊക്കെ മാറിയിട്ടാണ് ഇരിക്കുന്നത്. ഇന്ന് നമ്മൾ ആ ഒരു ഫാക്ടറി ഐലൻഡ് കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും ലൈക്ക് ഇട്ട് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം എൻ്റെ കയ്യിൽ ഡീപ് സ്ലേറ്റ് കുറച്ചേ ഉള്ളൂ. ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നണില്ല. വളരെ കുറവാണ് ഡീപ് സ്ലേറ്റ്. ഞാൻ ഇന്നൊരു കേവ് മൊത്തം മൈൻ ചെയ്തിട്ടാണ് വന്നത്. 3 സ്റ്റാക്ക് ഞാൻ മൈൻ ചെയ്തു. ഇവിടെ അത് തികയുമെന്ന് തോന്നണില്ല. ഒരു സൈഡ് പോലും ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല ഇതുവരെ. ഇന്ന് നമുക്ക് ഒന്നും കൂടി ഗ്രൈൻഡ് ചെയ്യേണ്ടി വരും. ഗ്രൈൻഡ് ചെയ്ത് ഞാനിത് എവിടം വരെ പോകുമെന്ന്. ഓക്കെ, അങ്ങനെ ആ ഒരു സ്റ്റാക്ക് കഴിഞ്ഞ് ഇനി അടുത്ത സ്റ്റാക്ക്, ലാസ്റ്റത്തെ സ്റ്റാക്കാണ്. ഇൻവെൻട്രി എന്തായാലും അറിയാം, കുറേ ടഫൊക്കെ ഇരിക്കുന്നുണ്ട്. കുറേ അയേൺ കിട്ടി എനിക്ക് മൈൻ ചെയ്യാൻ പോയി. മൈൻ ചെയ്യാൻ പോയി നിങ്ങളെ ഞാൻ വെച്ച് ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾ പോയിട്ട് ഇത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ പോവാം. ഓക്കെ, നമ്മൾ അത്രയും വെച്ചപ്പോൾ ഇതേ ഇത്രേ ആയുള്ളൂ. ഇനി നമുക്ക് അങ്ങോട്ട് ഒരുപാട് പണിയുണ്ട്. അപ്പോൾ നമുക്കൊന്നും കൂടി ഗ്രൈൻഡ് ചെയ്യണം. എന്നിട്ട് നമുക്ക് അവിടേക്ക് പോകണം, ആ മൈനിങ് ഏരിയക്ക്. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മൾ നമ്മുടെ വീട്ടിലെത്തി, ഇതുവരെ കേവിലെത്തിയില്ല. ഞാൻ കുറേ നേരമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ദൂരമുണ്ട്. ഓക്കെ, നമ്മൾ അങ്ങനെ ആ ഒരു കേവിലെത്തി. നമുക്ക് ഹെൽത്ത് പോകാത്തോണ്ട് പിന്നെ കുഴപ്പമില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിവിടെ മൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ലോണം മൈൻ ചെയ്യണം. നമുക്ക് ഒരുപാട് ഒപ്പിക്കാനുണ്ട്. നമ്മളെ സ്റ്റോൺ കട്ടർ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. നമുക്കതൊക്കെ പോളിഷ് ഡീപ് സ്ലേറ്റ് ആക്കാവുന്നേ ഉള്ളൂ. വീഡിയോയിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ
നമ്മളങ്ങനെ പുതിയ ലെറ്റ്സ് പ്ലേ വീഡിയോയിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് നമ്മുടെ കൂടെ ZNG ഉണ്ട് ഗൈസ്. ഇതുണ്ട് അപ്പൊ ഇത് നമ്മൾ ഇന്ന് ചെറുതായിട്ട് ഗെയിം ഒന്ന് ക്രഷായി. അപ്പൊ നമ്മൾ പിന്നെ എടുത്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ വരുന്നില്ലല്ല. അപ്പൊ നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ബാക്കി പരിപാടിയൊക്കെ ചെയ്യണം. ഇത് നമ്മുടെ ഫാക്ടറി ഡീപ് സ്ലേറ്റ് കാണാനില്ല ഗൈസ്. അവിടെ എടാ നീ എന്നെ പോട്ട് തെറിപ്പിക്കാൻ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുത്. ഇങ്ങോട്ട് കൊണ്ടുവരാണ്ട് എടാ നിനക്ക് ഇതൊക്കെ സിമ്പിൾ അല്ലേ? എടാ എന്തായാലും കുറെ സീനുള്ള ആളല്ലേ? അല്ലാടേ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാണ്ടാ ഗൈസ്? എൻ്റെ ഇത്ര നേരം ഞാൻ സൗണ്ട് കുറച്ച് വെച്ചേക്കായിരുന്നു. അല്ല കൂട്ടി വെച്ചേക്കായിരുന്നു മൈൻക്രാഫ്റ്റിന്റെ. എടാ നിന്റെ സൗണ്ട് ഓർക്കടാ ആദ്യം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതന്നിപ്പോൾ അപ്ഡേറ്റ് ചെയ്തൊന്ന് വെച്ച് കഴിയട്ടെ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്കൊക്കെ ചെയ്യാൻ കേട്ടാ. പിന്നെ ഇതിന് ചിലപ്പോൾ ലെന്ത് കുറവായിരിക്കും. ഇന്നലെ ഞാനൊരു പ്രീമിയർ ഇട്ടായിരുന്നു, ഭയങ്കര ലെന്ത് കുറവാണ്. 2-3 മിനിറ്റ് സമയം കിട്ടും. അപ്പം നമ്മളിത് വെച്ച് കഴിഞ്ഞില്ല, ഇനിയും ഒരുപാട് വെക്കാണ്ട്. അയ്യോ ഇതൊക്കെ പിടിച്ച് കളയാം. ഇതെങ്ങനെ ഇതൊരുപാട് വെക്കാണ്ട് ഗൈസ്. ഇന്നത്തെ വീഡിയോക്ക് ലെന്ത് പറഞ്ഞു പോയാൽ എൻ്റെ തെറ്റല്ല, എനിക്ക് തീരെ സമയമില്ല. ഇപ്പോൾ വെക്കേഷൻ പറഞ്ഞിട്ട് കാര്യമേ ഇല്ല ഗൈസ്. അപ്പം നമ്മളുടെ ഈ ലാസ്റ്റത്തെ സ്റ്റാക്കാണ്. ഇതും കൂടി കഴിഞ്ഞ് സിധു പോയി ഗൈസ്. സിധുവിൻ്റെ ഫോണിൽ ചാർജ് ഇല്ല. ഈ ഫാക്ടറി ഐലൻഡ് ഇപ്പോൾ ഇങ്ങനെ ആയിരിക്കും കാണാം, പക്ഷെ ഇനി ഒരുപാട് അപ്ഗ്രേഡ് ചെയ്യാനുണ്ട്. ഫാക്ടറി ഐലൻഡ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഞാൻ നെതറിൽ പോയിട്ട് ബാക്കി പരിപാടിയൊക്കെ ചെയ്യുന്നത്. അത് ഞാൻ ഉറപ്പിച്ച് പറയുന്ന കാര്യമാണ്. നെതറിൽ പോകണമെങ്കിൽ ഫാക്ടറി ഐലൻഡ് കംപ്ലീറ്റ് ചെയ്തേ പറ്റും. അങ്ങനെ ആ ബ്ലോക്കും കഴിഞ്ഞ് നമുക്ക് ഗ്രൈൻഡ് ചെയ്യേണ്ടി വരില്ല. കാരണം നമ്മളിപ്പോൾ ഫുള്ള് ഒരു അത്യാവശ്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ അത്യാവശ്യം നമുക്കുള്ള എല്ലാ പരിപാടിയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ആണത്. അപ്പം നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക. നമ്മളിപ്പോൾ തന്നെ വീഡിയോ അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നില്ല. 1 മിനിറ്റ്. അപ്പോൾ ഗൂയ്സ് നമ്മളങ്ങനെ ഇവിടേക്ക് എത്തി. നമുക്ക് നേരെ ആ മൈനിങ് ഏരിയക്ക് പോകണം. എൻ്റെ പൊന്നെ, ഇവിടെ നിന്ന് ഫാക്ടറിയിലേക്ക് നല്ല ദൂരമുണ്ട്. ഞാനിത് ബോട്ടിലാണ് നേരത്തെ പോയത്. അത് പെട്ടെന്ന് എത്തി. പക്ഷേ ബോട്ടിൽ സിധുവിൻ്റെ ആണ് ബോട്ട്. സിധു ആണെങ്കിൽ ലെഫ്റ്റായി പോയി, അതുകൊണ്ട് ബോട്ടും കിട്ടൂല. എൻ്റേതല്ലേ ബോട്ട്? ശരി, എന്നാൽ പിന്നെ അതെടുത്തോണ്ട് വരായിരുന്നു. വെറുതെ നീന്തി വന്നു. ഐലൻഡിലുണ്ടായിരുന്നു അപ്പോൾ ബോട്ട്, ഞാൻ അറിഞ്ഞില്ലല്ല. അപ്പം ഗൈസ് നമ്മൾ ഇതാ പൊക്കോണ്ടിരിക്കുകയാണ്. എൻ്റെ മോനെ ബെസ്റ്റ്. ഇങ്ങോട്ടൊരുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോയാൽ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് ഈ വഴിയാണ് പോകേണ്ടത്. ഈ കോപ്പറാണ് നമ്മുടെ സൈറ്റ്. അപ്പം നമുക്ക് നേരെ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയേക്കാം. മൈനിങ് തുടരാം. ഒരുപാട് മൈൻ ചെയ്യാണ്ട് നിങ്ങൾ ലൈക്ക് സപ്പോർട്ട് ചെയ്യുക. ഞാനിതൊന്ന് മൈൻ ചെയ്തെടുക്കട്ടെ. പിന്നെ എനിക്ക് പുതിയ സീരീസൊക്കെ തുടങ്ങണമെന്നുണ്ട്. നമ്മുടെ ചങ്ങായി അസംബ്ലിയിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഞാനിപ്പോൾ പുതിയ വെർഷനിലേക്കാണ് ഞാനിപ്പോൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊരു ബീറ്റ വെർഷനാണ്. ബീറ്റ വെർഷനിൽ നമുക്ക് നിങ്ങൾക്കറിയാമല്ലോ സെർവറിലൊന്നും അങ്ങനെ കളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ മര്യാദക്ക് സെർവറിൽ കളിക്കാൻ പറ്റുന്നില്ല. ചങ്ങാതി എസ്എംപിയുടെ ഇത് അൺഇൻസ്റ്റാൾ ചെയ്ത് തരാന്ന് വെച്ചാൽ എൻ്റെ വേൾഡിൻ്റെ ബാക്കപ്പ് എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ ഒരു റിസോർട്ട് പാക്ക് വെച്ചിട്ടാണ് നിങ്ങൾക്ക് വേൾഡ് ഡൗൺലോഡ് വന്നുകൊണ്ടിരുന്നത്. എൻ്റെ പേരെന്തായിരുന്നു? മൊബൈൽ എക്സ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതായിരുന്നു.
പക്ഷെ ആ എക്സ്പോർട്ടിൻ്റെ മോഡ് ഇതിൽ എന്തോ വർക്കാവുന്നില്ല, എന്താന്ന് പറഞ്ഞൂടെ, വർക്കാവുന്നില്ല. അതാണ് ഇവിടെ ഒരു വേറൊരു കുഴപ്പം. അപ്പം നിങ്ങളെന്തായാലും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എങ്ങനെയെങ്കിലും ഈ ലെറ്റ്സ് പ്ലേ എൻഡായിട്ട് ഇനി ചിലപ്പോൾ എപ്പിസോഡ് 2 വരുള്ളൂ. അല്ലെങ്കിൽ ഞാൻ വേറെ വല്ല വഴിയും നോക്കാം. അല്ലെങ്കിൽ ഞാൻ വേറെ അക്കൗണ്ടിൽ കൂടെ ഒക്കെ കയറേണ്ടി വരും. എന്നാലും അതൊരു പണിയാണ്. എന്താ കേച്ചവാ. അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്താൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കും. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ ഇരുന്ന് കുറച്ച് നേരം കൂടി ഗ്രൈൻഡ് ചെയ്തിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പം ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഗൈസ്, അടുത്ത ലെറ്റ്സ് പ്ലേ എപ്പിസോഡ് ആയിട്ട് വരാം. ഓക്കെ, ബൈ. സുധി അല്ല, എൻ്റെ ഒരു തെറ്റ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മളിന്ന് നെതറിൽ എക്സ്പ്ലോർ ചെയ്യാൻ പോകണം. ഫാക്ടറി ഐലൻഡിൽ ഇത് ഗ്രൈൻഡ് ചെയ്യൊക്കെ വയ്യ, അതുകൊണ്ട് എൻ്റെ കുറേ പിക്കാക്സ് പൊട്ടിപ്പോയി. അതുകൊണ്ട് നമുക്ക് അങ്ങനെ നെതറിൻ്റെ ഉള്ളിൽ ബാക്കി പരിപാടി ചെയ്യാം. ഞാൻ ഓൾറെഡി ബ്ലേസ് റോഡ് ഓൾറെഡി ഞാൻ 12 ഒപ്പിച്ചിട്ടാണ്. ഞാൻ ഏത് ചെസ്റ്റിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അയ്യോ, അവിടെ ഏത് ചെസ്റ്റിലുണ്ടാവും അത്. നമുക്ക് എൻ്റർപോൾ ഒപ്പിക്കാൻ വേണ്ടി മറ്റേ വാർപ്പണ്ട് ഫോറസ്റ്റാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അന്ന് കണ്ടുപിടിച്ചപ്പോൾ കിട്ടിയില്ല, അപ്പം നമ്മൾ ഇന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. നിങ്ങൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. അപ്പം നമ്മൾ നേരെ പോവാണ്. എന്താ നോക്കിക്കണം, മാറാ എങ്ങോട്ടെങ്കിലൊക്കെ പോവാ ഗൈസ്. അപ്പം നമ്മൾ ഇതൊക്കെ എടുക്കണം. ഇത് എടുത്തില്ലെങ്കിൽ നമുക്ക് പണിയാണ്. ഇത് സ്ട്രിപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ മരം മൊത്തം സ്ട്രിപ്പ് ചെയ്തേക്കാം. മൈൻക്രാഫ്റ്റിലില്ലാത്ത മരം, നാച്ചുറലി സ്പോൺ ആവാത്ത മരം. അപ്പോൾ ഇത് മൈൻക്രാഫ്റ്റിനെ പറ്റി വലിയതൊന്നും അറിയാത്തവർ പുതിയ അപ്ഡേറ്റ് ചെയ്തിട്ട് ഇത് മൈൻഡ് ചെയ്തെടുക്കുമ്പോഴാവും കാണുക ഇതിൻ്റെ അതേ വെർഷനായിരുന്നു ഇത്. ഓക്കെ, നമുക്കപ്പോൾ പോവാം. നമുക്ക് വേറെ പരിപാടി ഒന്നുമില്ല, നമുക്ക് നേരെ പോയി കണ്ടുപിടിക്കണം. നമുക്ക് ഇത് നട്ട കാറ്റൂടെ, അത് പൂവല്ല, നമുക്കത് ഇതിലൊക്കെ ഇതാക്കാറ്റ്. കുറേ പിക്കാക്സ് ഉണ്ടാക്കി, 3 പിക്കാക്സ് പൊട്ടിപ്പോയി. സ്റ്റോൺ പിക്കാക്സാണ്. കുറേ പിക്കാക്സ് ഉണ്ട്, പക്ഷെ 3 പിക്കാക്സ് പൊട്ടിപ്പോയി. അതാണ് ഞാൻ പറഞ്ഞത് ഗൂയിസ്. നമുക്ക് ഓൾറെഡി 12 ബ്ലേസ് റോഡ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി എൻ്റർപേളും കൂടി മതി. നമ്മൾ ലെറ്റ്സ് പ്ലേ പെട്ടെന്ന് എൻ്റെ ആക്കും. വലിയ എപ്പിസോഡൊന്നും കാണത്തില്ല, എൻ്റെ ആക്കിയിരിക്കും നമ്മൾ. എൻ്റെ ആക്കുമ്പോൾ ഒരു സങ്കടം ഉണ്ടെന്നാലും എൻ്റെ ആക്കിയേ പറ്റൂ. ഇതിങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ വേറെ സീരീസ് തുടങ്ങും നമ്മൾ എന്തായാലും, അല്ലേടാ സിദ്ധുവോ? ചങ്ങാതി സാമ്പിയിൽ ബാക്കി ഇതായിരിക്കണം വാർപ്പടൽ ഫോറസ്റ്റ്. അയ്യോ, നമുക്കൊരു റൂം ലൈറ്റ് ഉണ്ട്. ഓറഞ്ച് ലൈറ്റ് ഒന്നുമില്ല, കുറച്ച് ബ്ലോക്ക് വന്നിട്ട് പോവാ. എന്തോ ഇങ്ങനെ ബ്രോ റെക്കഗ്നൈസ്ഡ് ഇറ്റ്. ഇങ്ങനെ പോവാ അങ്ങോട്ട്. അപ്പോൾ ഗൂയിസ്, നമ്മൾ ഇങ്ങോട്ട് എത്തി. നമ്മളിതാ വേറൊരു ഈ മൈൻക്രാഫ്റ്റ് ഇല്ലാത്തൊരു മരം കണ്ടുപിടിച്ച് കേസ്. ഇത് ഏതാണ് മരം എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ ഗൂയിസ്. അതെ 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 അതെ, ബോട്ടൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അത് കുറേ ഉണ്ട്. എവിടെ ഫൈറ്റിംഗ് സ്കിൽസ് അവനൊന്നും കൊണ്ടില്ല. ലാവയിൽ വന്നിട്ട് വീണിട്ട് അയ്യോ, എൻ്റെ സോഡ് പൊട്ടി. നമ്മൾ ഡ്രീമാണ് ഗൈസ്. അവൻ ചത്തില്ല, അവനെ കൊല്ലും. ഇതാകണോ കിട്ടിയേ? ഇതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ്?
എൻ്റെ പുറകെയുണ്ട്. എന്താ കണ്ണി നോക്കടാ. ലാവൊക്കെ വീണ്. ആ കണ്ണി നോക്കിച്ചേ കൊടിയില്ല. താടി ഇഷ്ടം പോലെ ഉണ്ടാണ്. അവിടെ പോയി ഇതിലിപ്പോ എന്നെ കൊല്ലാൻ പറഞ്ഞാള്. നമ്മളെല്ലാത്തിനെയും കൊല്ലും കൈസ്, എല്ലാത്തിനെയും കൈസ്. നമ്മളങ്ങനെ 3 എണ്ണം കണ്ടുപിടിച്ച്. പക്ഷെ ബാക്കിയുള്ളവരെ കൊല്ലം ഭയങ്കര എപ്പാണ്. ഇനിയും ഉണ്ടായിരുന്നു കുറെ ആൾക്കാർ. അവരൊന്നും കാണാനില്ല. ഇവര് നമ്മളടിക്കേണ്ടതേ അവിടൊക്കെ പോയി നിക്കണ്. ബ്ലോക്ക് പിടിച്ച് കണ്ടുപോയി പണിയെടുക്കടാ. എൻ്റർമാന് ബെഡ് റോക്ക് പിടിക്കാൻ പറ്റുമോ? അങ്ങനെയെങ്കിൽ നമുക്ക് എൻ്റർമാനൊക്കെ ഒന്നാ ബെഡ് റോക്ക് കിട്ടൂലോ. അവിടെ പോയവൻ ബെഡൊക്കെ നമുക്ക് പൊട്ടിച്ചെടുത്താ പോയി. ഞാൻ വല്ല സഫോക്കേറ്റായി ചത്ത. അതോ ഇരിക്കുന്നവൻ. അയ്യാ ഇവനോട് കയറി വന്നിറാ. ബെഡൊക്കെ നമുക്ക് പൊട്ടിച്ചെടുത്തു. ഇത് കിട്ടി. നമുക്കിത് ഇവിടെ ആക്കാം. നമ്മളെങ്ങനെയാണ് ബെഡൊക്കെ നമുക്ക് പൊട്ടിച്ചെടുത്തൂടെ? പൊട്ടിച്ചെടുക്കാൻ പറ്റില്ലടാ. കൊണ്ടവൻ എന്താ നോക്കിനെന്താ? അതങ്ങനെയാണ്. ബെഡൊക്കെ എന്താ പൊട്ടിച്ചാലേ? ബെഡ് റോക്ക് പൊട്ടിക്കാൻ പാടില്ല. ബെഡ് റോക്ക് പൊട്ടിച്ചാൽ നമ്മൾ താഴെ കിടക്കും. ഓടി വീടാ. അതിന് വേറെ ഗ്ലിച്ചൊക്കെ ഉണ്ട്, പൊട്ടിക്കാനൊക്കെ പറ്റും. പക്ഷെ നമ്മൾ പിക്കാക്സ് കൊണ്ട് മൈൻഡ് ചെയ്യാറ്റില്ല. രണ്ടടി കൊടുത്തവൻ. അത് പറഞ്ഞാൽ ശരിയല്ലേ. അവൻ വേറെ ഏത് ബയോമി തന്നവനാ. പോടാ ചവടാ, നിന്നെ ഇവിടെ ആവശ്യമില്ലടാ. അവൻ എൻ്റർപോൾ ഡ്രോപ്പ് ചെയ്തില്ല പാർട്ടി. നമുക്ക് ഇവിടെ ഒന്നും കിട്ടുന്നില്ല ഗൈസ്, എല്ലാം പോയി. ഇവൻ്റെ വന്നിട്ട് ഒന്നും കിട്ടിയില്ല. എല്ലാത്തിനും നമ്മൾ കൊല്ലാൻ പോവാണ്. 3 അയ്യോ എല്ലാവരും വാടാ ധൈര്യം ഉണ്ടെങ്കിൽ വാടാ. 3, 2, 1. എവിടാ എൻ്റർപോളെല്ലാം കിട്ടിയാ? അയ്യോ ലാവ. എൻ്റെ ആക്സ് എല്ലാം പൊട്ടിപ്പോയി. നമുക്കിവിടെ കോർഡിനേറ്റ്സ് കോപ്പി ചെയ്തേക്കാം. പിന്നെ അപ്പോൾ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നമ്മുടെ ആ ഒരു ഡ്രാഗനെ കൊല്ലാൻ പോവാണ്. ഇന്നത്തെ ലാസ്റ്റ് എപ്പിസോഡ് ഇതാണ്. അപ്പോൾ അതെൻ്റെ കയ്യിൽ എൻ്റർപോളും ആ ഒരു ബ്ലേസർ കൂടെ എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ആ ഒരു ഡയമണ്ട് സോഡ് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പഴയ ഡയമണ്ട് പിക്കാക്സും ഞാൻ എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഇതാ 12 ബ്ലേസറോടും 12 എൻ്റർപോളും ആയിട്ടുണ്ട്. നമുക്ക് ഇത് ഇങ്ങനെയല്ലേ? എങ്ങനെയായിരുന്നു ഇങ്ങനെ? ചേടാ ഇത് ഇങ്ങോട്ട് ചേടാ ഇതിലുണ്ടാവില്ല. ഇതിപ്പോൾ എങ്ങനെയായിരുന്നു? ഞാനത് മറന്നുപോയി. 1 മിനിറ്റ് ഗൈസ്. ഓക്കെ, നമുക്കാദ്യം ഇത് ബ്ലേസ് ക്രീം ആക്കണം ഗൈസ്. ബ്ലേസ് ക്രീം അല്ലേ, എന്താ പൊന്നെ, ബ്ലേസ് പൗഡർ. എന്നിട്ട് നമുക്കിത് എൻ്റെ ഐ ആക്കാൻ പറ്റുള്ളൂ. കുറച്ച് കുറഞ്ഞു പോയി ഗൈസ് ഈ ഒരു എൻ്റർപോൾ. ഇപ്പോഴും ഒരു 12 എണ്ണം ഉണ്ട്. നമുക്ക് എൻ്റർപോൾ കുറച്ചും കൂടി വേണമായിരുന്നു. ഓക്കെ, നമുക്ക് സ്ട്രോങ് ഗോൾഡ് തപ്പി പോവാം. ആദ്യത്തെ എൻ്റർപോൾ എറിയാൻ പോവാണ്. 3, 2, 1. പോണ് പൊട്ടരുത്. പൊട്ടിയില്ല. നേരെ അങ്ങ് പോവാം ഗൈസ്. വലിയൊരു പണിയിട്ട് ഇത് വെള്ളത്തിൻ്റെ ഉള്ളിലാണ് ഈ സ്ട്രോങ് ഗോൾഡ് ഇരിക്കണമെന്നാണ് തോന്നുന്നത്. ഇത് വെള്ളത്തിൻ്റെ ഉള്ളിലേക്കാണ് ഇവർ പോകാൻ പറയണത്. അവിടെ ഒരു ഐലൻഡ് കാണാനുണ്ട്. ഞാൻ ഐലൻഡിലാണോ എന്ന് അറിഞ്ഞുകൂടാ. നമുക്ക് ആ ഒരു ഐലൻഡിൽ പോയി നോക്കാം. പോയിട്ടൊന്ന് എറിഞ്ഞ് നോക്കട്ടെ ഇനിയാണെങ്കിലാ. അപ്പോൾ നമ്മൾ ഈ ഐലൻഡിൽ എത്തിയിട്ടുണ്ട്. ഇതവിടെ നമ്മുടെ കോഴിക്കുട്ടികളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങളൊന്നും കാണാൻ പറ്റില്ല. നമുക്ക് നേരെ എറിയാം. അതോ പോകുന്നു, പൊട്ടരുത്. ഓക്കെ, അപ്പോൾ ഇനിയും നമ്മൾ വെള്ളത്തിലേക്ക് പോകണം. ബോട്ടെടുത്തിട്ട് വരായിരുന്നു. ഞാനിതവിടെ കടന്ന് കഷ്ടപ്പെട്ട് കൊണ്ടിരിക്കുന്നു.
ദേ ഇവിടെ പിന്നെ ഒരു ഇത് നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ബൂയ്സ് ദോയിരിക്കുന്നു ഫയർഫ്ലൈ ബുഷ്. ഇത് അടിപൊളിയാണ് ഗൈസ്. എൻ്റെ ഇതാ ഇവിടെ നമ്മുടെ കൗവും ഭയങ്കര ഇതൊക്കെ ഉണ്ട്, രസമുണ്ട് ഇത് ഇങ്ങനെ പോവാൻ. നമ്മുടെ വിഷയം നമ്മൾ മറന്നുപോയി, നമുക്ക് അറിഞ്ഞു നോക്കാം. ഇത് പിന്നെ അങ്ങോട്ട് പോകാൻ പറയാണ്. ഇവന്മാർക്ക് എന്തറാ, നീ വെള്ളത്തിലാണ്. അത് പൊട്ടിപ്പോയി എന്ന് തോന്നുന്നു. നമ്മളങ്ങനെ കുറേ വന്ന് എന്നിട്ട് നമ്മൾ സ്ട്രോങ് ഹോൾഡ് ഒന്നും കണ്ടുപിടിച്ചില്ല. നമ്മൾ ഇനി എറിഞ്ഞ് നോക്കാം. അതെങ്ങോട്ട് പോയി? അതാ പോണു. അത് താഴെ വീണ തോരിക്കുന്നു. കിട്ടി ഗൈസ്. ഇത് എനിക്ക് തോന്നുന്നത് എൻ്റെ ബലമായ സംശയം വെള്ളത്തിൻ്റെ ഉള്ളിലാണെന്നാണ്. മിക്കവാറായിരിക്കും. ഓക്കെ, നമുക്കൊന്ന് അങ്ങനെ അങ്ങ് പോയേക്കാം. ഗൈസ് ഇവിടെ ഒരു വലിയ ഫോറസ്റ്റ് ആണ് കേട്ടാ. നമ്മൾ വിചാരിക്കണ പോലെയല്ല, ഇത് ഭയങ്കര വലിയൊരു ഫോറസ്റ്റ് ആണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ആയിരിക്കും സ്ട്രോങ് ഹോൾഡ്. ഞാൻ ഒന്ന് എറിഞ്ഞു നോക്കട്ടെ. ഇത് പിന്നെയും പോവാൻ പറയണേ. ഇത് പൊട്ടിപ്പോയി. എൻ്റെ കയ്യിൽ ഇനി കുറേ എൻ്റെ അയ്യൊന്നുമില്ല. ഞാൻ മിക്കവാറും വീട്ടിൽ പോയി ഒന്നും കൂടി ക്രാഫ്റ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ വേണ്ട, എൻ്റെ കയ്യിൽ ആ ഒരു ഇതുണ്ടായിരുന്നു ഓപ്സീഡ്. നമുക്കൊന്നും കൂടി ഞകറി പോകേണ്ടി വരും മിക്കവാറും. നമുക്കൊന്ന് വീട്ടിൽ പോയിട്ട് വന്നാലാ. ഈ എൻ്റർ ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നണില്ല. സ്ട്രോങ് ഹോൾഡ് കണ്ടുപിടിക്കാൻ ഭയങ്കര പണി. നോക്കട്ടെ. നമ്മൾ ഒരുപാട് വന്നു. ഡെൻഡർപ്പേൾ തികയുമെന്ന് എനിക്ക് തോന്നണില്ല. ഞങ്ങൾ ഇപ്പം സ്ട്രോങ് ഹോൾഡിൻ്റെ കറക്റ്റ് പൊസിഷനിലാണ് നിൽക്കുന്നത് എന്നാണ്. ഇതിൻ്റെ ഉള്ളിലേക്കാണ് പോയത്. നമ്മൾ കുറേ നേരമായി കുളിച്ചുകൊണ്ടിരിക്കണം. ഇതുവരെയായിട്ട് നമ്മൾ സ്ട്രോങ് ഹോൾഡൊന്നും കണ്ടില്ല. എൻ്റെ ഡയമണ്ട് പിക്കാക്സ് മിക്കവാറും പൊട്ടിയാലാവും സ്ട്രോങ് ഹോൾഡാണ്. ബട്ട് എൻ്റെ കയ്യിൽ ഒരുപാട് പിക്കാക്സ് വേറെ ഉണ്ട്. ഇവിടെ വല്ലയിടത്താണോ? ഞാൻ ഒരുപാട് താഴത്തേക്ക് പോകേണ്ടി വരും മിക്കവാറും. കുറേ നേരമായി മൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ സ്ട്രോങ് ഹോൾഡ് പോയിട്ടൊരു കുന്തവും ഞാൻ കാണുന്നില്ല. അയ്യോ, ഇവിടെ ഇരുട്ടായി. ശരാ സഫാകാറ്റായി തോന്നുന്നു. ലാഗ് സ്റ്റോണാ. ഞാനാണെങ്കിൽ എല്ലായിടത്തും നോക്കിയിട്ടാണ് പോണത്. കണ്ടില്ലെങ്കിലാ നിക്കട കണ്ട. ഇതെങ്ങനെ എനിക്ക് കിട്ടിയതൊരു ഐഡിയ ഇല്ല. ഞാൻ കുഴിച്ചുടിച്ച് താഴത്തേക്ക് അതപ്പോൾ കണ്ടതാണ്. പക്ഷെ എൻ്റെ മോനെ ഗൈസ്, നമ്മൾ ഡയമണ്ടൊക്കെ കണ്ടുപിടിച്ചു ഗൈസ്. 4-5 ഡയമണ്ടൊക്കെ നമുക്ക് കിട്ടി. പക്ഷെ ഇതുവരെയായിട്ട് ഞാൻ സ്ട്രോങ് ഹോൾഡ് കണ്ടിട്ടില്ല ഗൈസ്. കുറേ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഒരുപാട് ഞാൻ കുഴിച്ച്. ഇനി ഇതെവിടെ പോയി കണ്ടുപിടിക്കുമോ എന്തോ. ഇങ്ങനെ ഒരുപാട് ഡീപ്പിലാണ് ഇപ്പം ഇരിക്കുന്നത്. എനിക്കറിയാം സഫോക്കേറ്റായി മരിക്കും. ഒരുപാട് ഡീപ്പ്. കുറച്ച് കോബിൾ സ്റ്റോൺ എനിക്ക് കിട്ടിയായിരുന്നു. നമ്മളിവിടെ ഒരു ബേസ് പോലെ സെറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റണില്ല. ഇവിടെയാണെങ്കിൽ ഞാൻ ഒരുപാട് നേരമായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒന്നും കാണാനില്ല. ഇവിടെ നിന്ന് കുറച്ച് വെള്ളം ഇങ്ങോട്ടേക്ക്. ഇത് അങ്ങനെ ഗൈസ്, സ്ട്രോങ് ഹോൾഡ് ഇത് എവിടെയാണോ എന്തോ. എനിക്കിനി ഇമ്മോർട്ടാലിറ്റി ഉണ്ട് ഗൈസ്. അതാണ് ഞാൻ വെള്ളത്തിൽ മുങ്ങിയിട്ട് മരിക്കാണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഡയമണ്ട് കിട്ടിയത്.
നമുക്കൊന്നും കൂടി മുകളിലേക്കൊക്കെ ഒന്ന് പോയി നോക്കാം. കണ്ട ഗൈസ്, ഞാൻ എത്രയോ മുകളിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒന്നും കാണാനില്ല. കറക്റ്റ് സ്ഥലത്ത് തന്നെയാണ്. ഇത് എങ്ങോട്ട് പോയോ എന്തോ. നമ്മളിപ്പോൾ ഒരുപാട് ഡീപ്പിലാണ് നിൽക്കുന്നത്. ഡീപ്പ് സ്ലൈറ്റ് പറ്റേ നമ്മൾ ഇങ്ങോട്ട് ഡീപ്പിൽ എന്താന്ന് പറഞ്ഞുകൂടാതെ. ഇവിടെ നമുക്ക് ഇവിടെ ഓക്സിജൻ വലിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ സെറ്റപ്പ് ഉണ്ടാക്കി. ഇപ്പോൾ നമ്മൾ ഒരുപാട് ഡീപ്പിലാണ്. എനിക്ക് തോന്നുന്നു ഇനിയും ഡീപ്പിൽ പോയിട്ടുണ്ട് ഞാൻ മിക്കവാറും. എത്ര നേരം ഞാൻ സ്ട്രോങ് ഹോൾഡ് എത്തിയിട്ടില്ല കേട്ടോ. എത്ര നേരമായിട്ട് ഞാൻ സ്ട്രോങ് ഹോൾഡ് ഇവിടെ ഇതില്ല. നമുക്ക് ഇവിടെ തന്നെ ഉണ്ട്. 2 ബ്ലോക്ക് ഇവിടെ പൊട്ടിച്ചാൽ മതിയെന്ന് തോന്നുന്നു. ഇവിടെ റെഡ് സ്റ്റോണൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. എന്താ അറിഞ്ഞൂടെ, അല്ലെ ഗ്ലിച്ചാണോ ഇത്? കുറേ നേരം കൊണ്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു. എത്തണില്ല അങ്ങോട്ട്. ഞാൻ വേറെ എങ്ങോട്ടൊക്കെയാണോ പോകുന്നത്. നമ്മൾ ഒരുപാട് ഡീപ്പിലാണ് നിൽക്കുന്നത്. എന്നിട്ടും ഇതിൻ്റെ ഇടയിൽ എവിടെയും ഞാൻ സ്ട്രോങ് ഹോൾഡ് കണ്ടിട്ടില്ല കേട്ടോ. എവിടെയും കാണാനില്ല സ്ട്രോങ് ഹോൾഡ്. എന്ത് പറ്റിയോ എന്തോ. എവിടെ പോയി? അതാ ഇങ്ങോട്ട് കാണിക്കണം. ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ. ലാപ്പിസൊക്കെ ഇരിക്കുന്നു. പെട്ടെന്ന് എൻ്റെ ഇത് കഴിഞ്ഞ് ഗൈസ് നമുക്ക് പിന്നെ ഡയമണ്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊരു ഏറാവും എന്തോ. ഇതിപ്പോൾ എനിക്ക് 3ാമത്തെ തവണയാണ് ഡയമണ്ട് കിട്ടുന്നത്. ഇതിപ്പോൾ ഞാൻ അങ്ങോട്ടായിരുന്നു കുളിച്ചോക്കൊണ്ടിരുന്നത്. ഇവിടെ ഡയമണ്ട്, അപ്പം ഇങ്ങോട്ടാണ്. ഗൈസ് ഞാൻ ഒരുപാട് അങ്ങ് ഡീപ്പിലേക്ക് പോയെന്നൊരു സംശയം. ഇത്ര നേരെ ഞാൻ കണ്ടിട്ടില്ല ഗൈസ്. എൻ്റെ ഇതെല്ലാം കഴിഞ്ഞ് അവിടെ ഈ സീഡ് ഞാൻ കസ്റ്റം സീഡായതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. അവിടെ ഓൾറെഡി കുറേ ഫില്ലായിട്ട് കിടക്കുന്നുണ്ടാവും. നമുക്ക് കീപ്പ് മൈനിങ്. ഞാൻ ഏതോ കേവി ഇറങ്ങി നിന്നു ഗൈസ്. നമ്മൾ എൻഡിലെത്തി. ബട്ട് ഒരു കാര്യമുണ്ട്, നമ്മൾ എൻഡിലെത്തിയതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ട്രോങ് ഹോൾഡ് കണ്ടുപിടിച്ചതൊക്കെ. പക്ഷെ ഒരു ചെറിയ പ്രശ്നം പറ്റി, അത് ചെറുതായിട്ട് മ്യൂട്ടായിപ്പോയി. എന്താ ഉണ്ടായെന്ന് അറിഞ്ഞുകൂടാ. അതങ്ങ് മ്യൂട്ടായിപ്പോയി. അങ്ങനെ ഞാൻ തന്നെ എന്നിട്ട് വേറെ റെക്കോർഡിങ്ങിലാണ് ഇപ്പോൾ ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോക്ക് മാക്സിമം ലൈക്ക് അടിക്കുക. നമ്മളിതാ ഡ്രാഗനെ കൊല്ലാനായിട്ടുണ്ട് ഗൈസ്. ലെറ്റ്സ് ഗോ ഗൂയിസ്. നമ്മളിങ്ങോട്ട് എത്തി. നമുക്ക് പെട്ടെന്ന് തന്നെ പരിപാടിയൊക്കെ ചെയ്യാം. ഈ എന്താ പെട്ടെന്ന് തന്നെ. അയ്യോ, ഡ്രാഗൻ ഇമാതിരി പണിയാടി ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് പേടിക്കണം. ഡ്രാഗൻ്റെ മോനെ നിന്നെ ഞാൻ എടാ അതെങ്ങനെ എനിക്ക് ഹിറ്റായി. അയ്യോ, അവിടെ ഡ്രാഗൺ ബ്രീത്ത് വന്നതാണ്. എൻ്റെ ഹെൽത്ത് വരില്ലല്ലോ. അവിടെ ഡ്രാഗൺ ബ്രീത്ത് വന്നുകൊണ്ടാ. അവിടെ ഡ്രാഗൺ ബ്രീത്ത് പോകുന്നവരെ നമുക്ക് വേറെ എന്തിനെങ്കിലും ചെയ്യാം ഗൈസ്. നമ്മളെങ്ങനെ എടാ നമ്മളതൊക്കെ അത് വിട്ടുകൊണ്ടിരിക്കണ്ടാത്. എത്ത് എടാ മാറിപ്പോടാ. ചേട്ടാ ഇവൻ ഭയങ്കര അനോയിങ് ആണല്ലോ മാൻ. അയ്യോ എനിക്ക് ലാഗ് അടിക്കും. അവനിട്ട് കിട്ടിയപ്പോൾ അവൻ പോയിട്ടുണ്ട്. നമ്മൾ ഡ്രാഗൻ അടിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മളത് പൊട്ടിച്ചിട്ടില്ല. പൊട്ടിച്ചിട്ടടിക്കുക. എന്നാലും നമുക്ക് കുറച്ചെടുത്ത് ഇപ്പോഴേ കുറച്ച് കഴിഞ്ഞാൽ നല്ല കാര്യമാണ്. നമ്മൾ ഇതുവരെ ഏറ്റവും ഒരെണ്ണം മാത്രം പൊട്ടിച്ചിട്ടുള്ളൂ. ഇനി ഒരുപാട് പൊട്ടിക്കാറുണ്ട്. നമ്മൾ ഡ്രാഗൻ അവിടെ നിർത്തിയിരിക്കുകയാണ്. നമ്മൾ കറക്റ്റ് ഇങ്ങോട്ട് പോയില്ലെങ്കിൽ അയ്യോ ഡ്രാഗൻ അടിക്കല്ലേ 3, 2, 1 പൊട്ടിച്ചോ. ഇനി ഒരുപാടുണ്ട് പൊട്ടിക്കാൻ. ഇതൊക്കെ പൊട്ടിച്ച് കഴിയുമ്പോഴേക്കും ഡ്രാഗൻ നമ്മളെ കൊന്നു കഴിഞ്ഞിട്ടുണ്ടാവും. നമുക്ക് ഒരുപാട് ഡീപ്പ് സ്ലൈറ്റ് ഉണ്ട്. അത്
നമുക്ക് ഫാക്ടറി ഐലൻഡ് ഒരു 7 എണ്ണം പഴയുള്ള ഡീപ് സ്ലേറ്റ് എങ്കിലും ഇതിലുണ്ടാവും ഗൈസ്. അത്രക്ക് ഡീപ് സ്ലേറ്റാണ് ഞാൻ ഇതിൽ മൈൻ ചെയ്തേക്കണത്. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പം തന്നെ ഈ വേൾഡ് എൻഡ് ചെയ്യണം, ഇല്ലെങ്കിൽ എനിക്കിതൊരിക്കലും എൻഡ് ചെയ്യാൻ പറ്റൂല. ഡ്രാഗ് ഇവിടെ ഉണ്ട് കേട്ടാ. ഇങ്ങോട്ടേക്ക് പോവാ. പെട്ടെന്ന് എല്ലാം സെറ്റാണ്. നമുക്കിത് ഇവനെ കൊന്നാൽ മാത്രം മതി. അല്ല, എല്ലാം സെറ്റായിട്ടില്ല, ഇനി എന്തോ മുറിക്കാനുണ്ട് എന്നാണ് തോന്നുന്നത്. പെട്ടെന്ന് അവനെ കൊല്ല്. അയ്യോ പറഞ്ഞുപോയി ഗൈസ്. നമ്മളങ്ങനെ ഡ്രാഗനെ കൊന്ന് ഗൈസ്. പക്ഷെ അത് കാണിക്കാൻ പറ്റിയില്ല, വീഡിയോ റെക്കോർഡായില്ല, തീരെ റെക്കോർഡായില്ല. അങ്ങനെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്, ലെറ്റ്സ് പ്ലേ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.